മലയാളത്തിൻ്റെ വർത്തമാനം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ കേരളത്തിൻ്റെ റവന്യൂ ആൻഡ് ഹൗസിംഗ് മിനിസ്റ്റർ കെ രാജൻ. പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. നമസ്കാരം. റവന്യൂ രജിസ്ട്രേഷൻ സർവേ ഇൻ്റഗ്രേറ്റഡ് ഒരു ലാൻഡ് പോർട്ടൽ ആദ്യമായിട്ട് തുടങ്ങിയത് കേരളം ആണ്, ഒരു സംസ്ഥാനങ്ങളിൽ. അതിൻ്റെ ഇപ്പോഴത്തെ ഒരു വാട്ട് ഈസ് ദ സ്റ്റാറ്റസ് ഓഫ് ഇറ്റ്, ഹൗ ഇസ് ഇറ്റ് ഗോയിങ്? കേരളത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഡിജിറ്റൽ റീസർവേ എന്ന ആശയത്തിലേക്ക് നമ്മൾ കടക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ കേരളത്തിൽ 1967 റീസർവേ നടപടികൾ ആരംഭിച്ചത്. പക്ഷേ ആ റീസർവേ നടപടികൾ അത്രയും സാധാരണ കൺവെൻഷണൽ മെത്തേഡുകളിലൂടെ ചങ്ങല വലിച്ച് ലിങ്ക്സ് അടയാളപ്പെടുത്തി കേരളം അളന്ന ഭാഗങ്ങൾ വീണ്ടും അളക്കുകയായിരുന്നു. 1996 ഇലക്ട്രോണിക് ടോട്ടൽ സ്റ്റേഷൻ എന്ന ആശയത്തിലേക്ക് കേരളം കടന്നു. എന്നിട്ടും 2021 നമ്മൾ വന്ന് നോക്കുമ്പോൾ കേരളത്തിലുള്ള ആകെ 1666 വില്ലേജുകളിൽ കേവലം 921 വില്ലേജുകളിൽ മാത്രമാണ് റീസർവേ നടപടികൾ ദീർഘമായ കാലം കൊണ്ട് പൂർത്തീകരിക്കാനായത്. ഈ പ്രശ്നം കൊണ്ടാണ് കേരളം ലോകത്തിൽ തന്നെ ഏറ്റവും സൂക്ഷ്മതയേറിയ അളവ്, ഏറ്റവും കൃത്യതയോട് കൂടിയിട്ടുള്ള അളവുള്ള ഒരു അളവ് സംവിധാനങ്ങളെയും അതിൻ്റെ സൗകര്യങ്ങളെയും ഉപയോഗിക്കാൻ തീരുമാനിച്ചത്. അതനുസരിച്ച് സെൻട്രൽ സർവേ ഓഫ് ഇന്ത്യയുടെ സഹായത്തോടെ കേരളത്തിൽ 27 കണ്ടിന്യൂവസ്ലി ഓപ്പറേറ്റിംഗ് റെഫറൻസ് സ്റ്റേഷനുകൾ ഞങ്ങൾ ആരംഭിച്ചു. ആ 27 സ്റ്റേഷനുകൾ ലഭ്യമാകുന്ന തരംഗങ്ങളെ നിയന്ത്രിക്കുന്ന വിധത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന് 1500 RTK റോവറും 200 റോബോട്ടിക് ടോട്ടൽ സ്റ്റേഷനും 1700 റഗ്ഗഡ് ടാബുകളും ഉപകരണങ്ങളാക്കി ഏതാണ്ട് 4700ഓളം പുതിയ ജീവനക്കാരെ താൽക്കാലികമായി സർവേ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ചുമതലകളിലേക്ക് ഏൽപ്പിച്ചാണ് കേരളം ഐതിഹാസികമായ വിധത്തിലുള്ള ഒരു മാറ്റത്തിന് വഴിയൊരുക്കിയിട്ടുള്ള ശ്രദ്ധേയമായ റീസർവേ നടക്കുന്നത്. 638 വില്ലേജുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ റീസർവേയിൽ 238 വില്ലേജുകളിൽ സർവേസ് ആൻഡ് ബൗണ്ടറീസ് ആക്ടിൻ്റെ 9(2) പൂർത്തീകരിച്ചു. അങ്ങനെ പറഞ്ഞാൽ പ്രാഥമികമായ അളവ് പൂർത്തീകരിച്ചു. ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, കേരളത്തിൽ ഒരു ലാൻഡ് പാഴ്സൽ നമ്മൾ വിൽപ്പന നടത്താൻ വേണ്ടി തീരുമാനിച്ചാൽ 3 പ്രധാനപ്പെട്ട വകുപ്പുകളെ ആശ്രയിക്കണം. സാധാരണ നിലയിൽ ഭൂമി രജിസ്റ്റർ ചെയ്യാനുള്ള വകുപ്പ് രജിസ്ട്രേഷൻ വകുപ്പാണ്. രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ പോർട്ടൽ പേൾ എന്ന പേരിലുള്ള ഒരു പോർട്ടലാണ്. രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ പോർട്ടലിലൂടെ നമ്മളൊരു ഭൂമി രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ രജിസ്ട്രേഷൻ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമുക്കറിയാൻ കഴിയൂ. സ്വാഭാവികമായിട്ടും അങ്ങനെ രജിസ്റ്റർ ചെയ്തൊരു ഭൂമി പോക്കുവരവിന് വേണ്ടി ടാക്സ് അടയ്ക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഈ ഭൂമി പോക്കുവരവിന് തുല്യമായിട്ടുള്ള അതിന് പറ്റാവുന്ന ഭൂമിയല്ല എന്ന് ബോധ്യപ്പെടുക. അത് റവന്യൂ വകുപ്പിൻ്റെ റിലീസ് എന്ന ഒരു പോർട്ടലിലൂടെയാണ്. ഇതിൻ്റെ ലൊക്കേഷനും സ്കെച്ചും അടയാളപ്പെടുത്തുക സർവേ വകുപ്പ് ഉപയോഗിക്കുന്ന മാപ്പ് എന്ന പോർട്ടലിലൂടെയാണ്. സ്വാഭാവികമായിട്ടും കേരളത്തിനുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഈ 3 വകുപ്പുകളിൽ നിന്ന് ലഭ്യമാകേണ്ട 14 വിവരങ്ങൾ പല വഴികളിലൂടെ ലഭ്യമാവുകയും വലിയ വിധത്തിലുള്ള കൃത്രിമത്വങ്ങളും തെറ്റായ നടപടികളും ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് ഡിജിറ്റൽ റീസർവേ പൂർത്തീകരിക്കപ്പെട്ട മുഴുവൻ വില്ലേജുകളിലും റവന്യൂ വകുപ്പിൻ്റെ പോർട്ടലായിട്ടുള്ള പേളും സർവേ വകുപ്പിൻ്റെ പോർട്ടലായിട്ടുള്ള മാപ്പും രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ പോർട്ടലായിട്ടുള്ള പേളും റവന്യൂ വകുപ്പിൻ്റെ പോർട്ടലായിട്ടുള്ള റിലീസും സർവേ വകുപ്പിൻ്റെ പോർട്ടലായിട്ടുള്ള മാപ്പും കൂട്ടിച്ചേർത്തുകൊണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഇൻ്റഗ്രേറ്റഡ് പോർട്ടൽ എന്ന ആശയത്തിലേക്ക് വന്നത്. എൻ്റെ ഭൂമി എന്നാണ് ആ പോർട്ടലിൻ്റെ പേര്. ഈ ഭൂമി എൻ്റെ ഭൂമി എന്ന പോർട്ടൽ നിലവിൽ വരുന്ന പഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം, വില്ലേജുകളെ സംബന്ധിച്ചിടത്തോളമുള്ള സൗകര്യം ഇനി 3 പോർട്ടലുകളിൽ നിന്ന് ഒരു സാധാരണ മലയാളി അവൻ്റെ ഭൂമിയുടെ ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട് അറിയേണ്ട മുഴുവൻ വിവരങ്ങളും 14ഓളം വിവരങ്ങൾ, അതിൻ്റെ എൻകുംബറൻസ് സർട്ടിഫിക്കറ്റ്, ടാക്സിൻ്റെ റെക്കോർഡുകൾ, തണ്ടപ്പേരുമായി ബന്ധപ്പെട്ട വിശദീകരണം, ലൊക്കേഷനും സ്കെച്ചും എവിടെയാണെന്ന വിവരം, ഇതിൻ്റെ ഷെഡ്യൂൾ, ഇങ്ങനെ തുടങ്ങി വിവിധ വകുപ്പുകളിൽ നിന്നറിയേണ്ട 14 വിവരങ്ങൾ നേരിൽ കണ്ട് നമുക്ക് ഭൂമി രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ തുടർന്ന് ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു ക്രയവിക്രയത്തിനും ഒരു തട്ടിപ്പിനും വഴി ഉണ്ടാകില്ല എന്ന നിലവാരത്തിലാണ് ഈ സംഗതിയിലേക്ക് കടന്നത്. ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്. ഒരു ഇൻ്റഗ്രേറ്റഡ് പോർട്ടൽ എന്ന ആശയം കേരള മോഡൽ ഭൂപരിഷ്കരണ നിയമത്തിലൂടെ കേരള മോഡൽ ഉണ്ടാക്കിയ കേരളം ഭൂമിയുടെ രേഖകളുടെ കൃത്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഭൂപരിഷ്കരണത്തിൻ്റെ ഒരു 2ാം പതിപ്പായി ഡിജിറ്റൽ റീസർവേ കാണുകയാണ്. അതിൻ്റെ ഭാഗമാണ് ഈ ഇൻ്റഗ്രേറ്റഡ് പോർട്ടൽ. ഈ ആർക്കൈവുകളും എല്ലാ പ്രവർത്തനങ്ങളും ഡിജിറ്റൈസ് ചെയ്തോ? ശരി, എല്ലാം? അതെ, ഉറപ്പായിട്ടും ഭൂമിയുടെ ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഡിജിറ്റലൈസ് ചെയ്യുകയാണ്. ഭൂമിയുടെ ക്രയവിക്രയം മാത്രമല്ല, റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട സേവനങ്ങളാകെ ഈ സർവീസിലേക്ക് മാറിക്കഴിഞ്ഞു. ഇപ്പോൾ
നമ്മുടെ നാട്ടിൽ സാധാരണ കേരളത്തിലുള്ള മലയാളികളായിട്ടുള്ള മനുഷ്യർക്ക്, കേരളത്തിൽ താമസിക്കുന്നവർക്ക് അവരുടെ റവന്യൂ അവകാശങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനമാണ് ഉണ്ടായതെങ്കിൽ ഈ ട്രഷറി ഓപ്പൺ ചെയ്തതോടെ ഇപ്പോൾ കേരളത്തിൽ ജീവിച്ച് കേരളത്തിൻ്റെ പുറത്ത് പ്രവാസ ലോകം നയിക്കുന്ന, മലയാളിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ കേരളത്തിൽ നാഴിയൂരി മണ്ണുള്ള 10 രാജ്യങ്ങളിലെ പ്രവാസികൾക്ക് അവിടെ ഇരുന്ന് അവരുടെ റവന്യൂ അവകാശങ്ങൾ വിനിയോഗിക്കാം. സാധാരണ ഒരു മുക്തിയാർ ഏജന്റിനെ ചുമതലപ്പെടുത്തണം, അതായത് ഏതെങ്കിലും വിധത്തിൽ നാട്ടിലൊരു ബന്ധുവിനെ ചുമതലപ്പെടുത്തണം. ഇങ്ങനെയുള്ള നടപടികൾക്ക് നിന്ന് വ്യത്യസ്തമായി സിംഗപ്പൂർ, കാനഡ, അമേരിക്ക, ബ്രിട്ടൻ, UAE, സൗദി അറേബ്യ തുടങ്ങി 10ഓളം രാജ്യങ്ങളിൽ പ്രവാസികളായി പോയിട്ടുള്ള മലയാളികൾക്ക് അവിടെ ഇരുന്ന് അവരുടെ ഓൺലൈനിലൂടെ കേരളത്തിലെ നികുതി അടയ്ക്കൽ മുതൽ റവന്യൂ വകുപ്പിന് ലഭ്യമായിട്ടുള്ള 23 സേവനങ്ങളും ഈ സർവീസായി ലഭ്യമാക്കാൻ സാധിക്കുകയാണ്. അതായത് ഭൂപരിഷ്കരണം മൂലം കേരളം ഒരു വലിയൊരു കേരളത്തിലെ പല ഒരു പ്രോഗ്രസീവ് സ്റ്റെപ്പുകളും ഇൻ ടേംസ് ഓഫ് ഈ ലാൻഡ് ആൻഡ് റവന്യൂ ഇതിൻ്റെ അകത്തും ഈ ഭൂപരിഷ്കരണ നിയമത്തിൽ നിന്നാണോ അതിൻ്റെ ഒരു രണ്ടാമത്തെ ഒരു സ്റ്റെപ്പായിട്ട്? യഥാർത്ഥത്തിൽ ഭൂപരിഷ്കരണത്തിലൂടെ ഇന്ത്യയിൽ ആദ്യമായി കേരളം എല്ലാ മനുഷ്യരെയും ഭൂമിയുടെ ഉടമകളാക്കുക എന്ന ഒരു സംവിധാനത്തിലേക്ക് വന്നു. ഇവിടെയാണ് ഏക്കർ കണക്കിന് ഭൂമി സ്വന്തമാക്കി വെച്ച ആളുകളുടെ കയ്യിൽ നിന്ന് ഒരാൾക്ക് വ്യക്തിപരമായോ കുടുംബപരമായോ കയ്യിൽ വെക്കാവുന്ന ഭൂമിയുടെ അളവ് അഥവാ ലിമിറ്റേഷൻ, ഭൂമിയുടെ കാര്യത്തിൽ ലിമിറ്റേഷൻ കൊണ്ടുവന്ന് മിച്ചഭൂമി സംവിധാനം ഉണ്ടാക്കി കേരളത്തിലെ മുഴുവൻ ആളുകളെയും ഭൂമിയുടെ ഉടമകളാക്കിയിട്ടുള്ള ഐതിഹാസികമായിട്ടുള്ള ഒരു നിയമമായിരുന്നു ഭൂപരിഷ്കരണ നിയമമെങ്കിൽ, അങ്ങ് പറഞ്ഞതുപോലെ ഭൂമിയുടെ രേഖകൾക്ക് കൃത്യത ഉണ്ടാക്കിക്കൊണ്ട് ഒരു രണ്ടാം ഭൂപരിഷ്കരണ നിയമമായി കേരളത്തിൽ ഈ ഡിജിറ്റൽ സർവേ മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ലോകത്തിലെ അത്ഭുതം. ഇപ്പോൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. പോണ്ടിച്ചേരി ടീം ഇപ്പോൾ പോയതേ ഉള്ളൂ, ആന്ധ്ര ടീം ഇവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് സർവേ സൊല്യൂഷൻസ് പഠിക്കാനും ഈ സംവിധാനത്തിലേക്ക് പ്രത്യേകിച്ച് എൻ്റെ ഭൂമി എന്ന ഈ ഇൻ്റഗ്രേറ്റഡ് പോർട്ടലിൻ്റെ സംവിധാനങ്ങൾ പഠിക്കാനുമായിട്ട് ധാരാളം ആളുകൾ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വളരെ അഭിമാനകരമായിട്ടുള്ളൊരു കാഴ്ച ഞങ്ങൾ കാണുന്നുണ്ട്. പറഞ്ഞല്ലോ റീസർവേയുടെ കാര്യം താങ്കൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈ റീസർവേ കുറേ നാളുകളായി നടക്കുന്നത്, പക്ഷേ കഴിഞ്ഞ 7 വർഷമായിട്ട് സ്വാഭാവികമായിട്ടും അതിന് കുറച്ചുകൂടി ഒരു എക്സ്പ്ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്തുനിന്ന് കൂടുതൽ ഇതുവരെ കണ്ട് റീസർവേയിൽ നിന്ന് കൂടുതൽ സർക്കാർ ഭൂമി കണ്ടെത്താനോ വല്ലതും പറ്റിയിട്ടുണ്ടോ? ഉറപ്പായിട്ടും അതിൻ്റെ ഒരു പ്രത്യേകത നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ നടപടികളിൽ നിന്നും വ്യത്യസ്തമായി 2021 നവംബർ 1 2022 നവംബർ 1 ഡിജിറ്റൽ റീസർവേയിലേക്ക് പ്രവേശിച്ചതോടെ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള അളവ് മാപിനികളാണ് ഒന്ന് നമ്മുടെ മുമ്പിൽ വരുന്നത്. മറ്റൊന്നൊരു വില്ലേജ് പൂർണ്ണമായിട്ട് അളക്കുമ്പോൾ ആദ്യം അളക്കുക സർക്കാർ ഭൂമിയായിരിക്കും. സർക്കാർ ഭൂമി ആദ്യം അളന്ന് മാറ്റിവെച്ചതിന് ശേഷമായിരിക്കും വ്യക്തികളുടെ ഭൂമികൾ അളക്കാനുള്ള ശ്രമം ആരംഭിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാർ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല, ഡിജിറ്റൽ റീസർവേ വരുന്നതോടുകൂടി റവന്യൂ വകുപ്പിന് മാത്രമായിരിക്കില്ല ഇതിൻ്റെ ഡാറ്റ ഷെയർ ചെയ്യാൻ പറ്റുക, മറ്റെല്ലാ വകുപ്പുകൾക്കും ഇതിൻ്റെ ഡാറ്റ ഷെയർ ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ ഒരു വലിയ കാര്യം, യഥാർത്ഥത്തിൽ ഒരു ടോപ്പോഗ്രാഫിക്കൽ സർവേ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. അതായത് ഭൂവിഭവങ്ങളുടെ സുഗമമായിട്ടുള്ള വിനിയോഗത്തെക്കുറിച്ച് ബോധ്യപ്പെടാൻ കഴിയുന്ന വിധത്തിലുള്ളൊരു ധാരണ ഉണ്ടാവുകയാണ്. അപ്പോൾ കേരളത്തിൽ ഉദാഹരണത്തിന് എത്ര ഭൂമി സർക്കാരിൻ്റെ കയ്യിലുണ്ട്, എത്ര ഭൂമി പുറമ്പോക്കായി കിടക്കുന്നുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക്, വ്യവസായികൾക്ക്, മറ്റൊരുപാട് എൻ്റർപ്രണേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് നമ്മുടെ ഭൂമി എന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നത്തെ മറികടക്കാൻ എവിടെയെല്ലാം ഉപയോഗിക്കപ്പെടാതെ കിടക്കുന്ന ഭൂമിയുണ്ട്. ഇങ്ങനെ തുടങ്ങുന്ന അടിസ്ഥാനപരമായിട്ടുള്ള വിവിധ വകുപ്പുകൾക്ക് ലഭ്യമാകേണ്ട എല്ലാ സേവനങ്ങളും, എല്ലാ വിവരങ്ങളും, എല്ലാ ഡാറ്റയും യഥാർത്ഥത്തിൽ ഡിജിറ്റൽ റീസർവേയിലൂടെ നമുക്ക് ലഭ്യമാകുക. ഈ ഭൂപരിഷ്കരണ നിയമപരിധിയെ ഒരു ലംഘിച്ചുകൊണ്ട് ഈ 15 ഏക്കറിൽ കൂടുതൽ ഭൂമി കൈവശം കുറേ ആൾക്കാരുടെ കയ്യിലുണ്ടെന്ന് ചില റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനെതിരായിട്ട് എന്തെങ്കിലും നടപടിയെടുക്കാൻ പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇനി അതിനുള്ള സ്റ്റെപ്പുകൾ എടുക്കാൻ? 2 തരത്തിലാണ് നടപടി ഉണ്ടാകുന്നത്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ IT ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് പ്രത്യേക അംഗീകാരം നേടി ഇന്ത്യയിൽ തന്നെ ആദ്യമായി യുണീക്ക് തണ്ടപ്പേർ സിസ്റ്റം എന്നൊരു തണ്ടപ്പേർ സിസ്റ്റം കേരളത്തിൽ കൊണ്ടുവരികയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്. അതായത് ഉദാഹരണത്തിന് എനിക്ക് 15 ഏക്കർ ഭൂമിയെ ലിമിറ്റേഷൻ പീരീഡ് അനുസരിച്ചിട്ടുള്ള കയ്യിൽ വെക്കാൻ വേണ്ടി അനുവാദമുള്ളൂ. നമുക്ക് അത്ര ഭൂമി അനുവദിക്കാൻ അവകാശമുള്ളൂ. പക്ഷേ എനിക്ക് ചിലപ്പോൾ കാസർഗോഡ് 15 ഏക്കർ ഉണ്ടാകും, അത് മറ്റൊരു നീലേശ്വരം താലൂക്കിൽ 15 ഏക്കർ ഉണ്ടാകും, കണ്ണൂരിലുണ്ടാകും, ആലപ്പുഴയിലുണ്ടാകും, തിരുവനന്തപുരത്തുണ്ടാകും. ഇതെല്ലാം അതാത് സ്ഥലങ്ങളുടെ റെക്കോർഡിൽ മാറുകയാണ്. പല തണ്ടപ്പേരിലായിരിക്കും ഈ ഭൂമിയെല്ലാം കിടക്കുക. ഇനി മുതൽ വളണ്ടറി ആയിട്ടാണ് ഈ പ്രവർത്തനമെങ്കിലും ഡിജിറ്റൽ റീസർവേ കൂടി പൂർത്തിയാകുമ്പോൾ
ഒരാൾക്ക് ഒരു തണ്ടപ്പേരായിരിക്കും. അയാൾക്ക് ലോകത്തെവിടെ, അതായത് ആധാറും തണ്ടപ്പേരും തമ്മിൽ കൂട്ടിയോജിപ്പിക്കുകയാണ്. ആധാറും തണ്ടപ്പേരും തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്നതോടുകൂടി എൻ്റെ നമ്പർ ആധാറുള്ള ഒരു വ്യക്തിക്ക് ലോകത്ത് എവിടെ ഭൂമിയുണ്ടെങ്കിലും കേരളത്തിൽ എവിടെ ഭൂമിയുണ്ടെങ്കിലും അത് ഈ തണ്ടപ്പേരിൻ്റെ കീഴിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ അധികമായി ഭൂമി കണ്ടെത്താനുള്ള വലിയ ശ്രമം നടത്തും. 2, ഡിജിറ്റൽ റീസർവേ വരുന്നതോടുകൂടി നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ കയ്യേറ്റങ്ങൾ വളരെ പെട്ടെന്ന് തിരിച്ചറിയാനാകും. അതായത് കൃത്യമായ റെക്കോർഡില്ലാത്ത മുഴുവൻ ആളുകളുടെയും ഭൂമി സർക്കാരിൻ്റെ ഭൂമിയായി മാറും. ഉദാഹരണത്തിന് നമ്മുടെ ചൊക്രമുടിയിലും പരുന്തുംപാറയിലും ഒക്കെ ഉണ്ടായിരുന്ന കയ്യേറ്റത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇപ്പോൾ പരുന്തുംപാറയിലെ 541 എന്ന സർവേ നമ്പറിലൊരു ഭൂമി 10,082 ഹെക്ടർ ഭൂമിയായിട്ടൊരു മൈനർ സർക്യൂട്ടിൽ കിടക്കുകയാണ്. അതിനുള്ളിൽ 10-25 പേർക്ക് പട്ടയം കിട്ടിയിട്ടുണ്ടാകും. ആ കിട്ടിയ സ്ഥലത്തായിരിക്കില്ല അവർ കൊണ്ടുപോയി അവരുടെ വസ്തു പ്രദർശിപ്പിച്ചത്. അതൊരു കയ്യേറ്റമായി മാറും. അപ്പോൾ ഡിജിറ്റൽ റീസർവേ വരുന്നതോടുകൂടി നിങ്ങളുടെ കയ്യിലുള്ള രേഖകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് സർവേ നടപടികൾ പൂർത്തീകരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അധികമായി വരുന്ന പൂർണ്ണമായ ഭൂമി സർക്കാരിൻ്റെ സ്വത്തായി മാറാൻ കഴിയുന്ന, കൂടുതൽ ഭൂമി കേരളത്തിൻ്റെ ഗവൺമെൻറ്റിന് ലഭ്യമാകാൻ കഴിയുന്ന, ഗവൺമെൻറ് ഓൺ പ്രോപ്പർട്ടിയായി മാറാൻ പോകുന്ന വളരെ സന്തോഷകരമായിട്ടുള്ള അനുഭവവും ഡിജിറ്റൽ സർവേയുടെ ഭാഗമായിട്ടുണ്ട്. കേരളത്തിൽ ഈ തോട്ടം മേഖല ഒരു വലിയ ക്രൈസിസിൽ കൂടി കടന്നു പോകുമായിരുന്നു. ഈ തോട്ടങ്ങളെ വേറെ എന്തെങ്കിലുമായി കൺവേർട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും അങ്ങനെ വല്ല ആലോചനയുണ്ടോ? തോട്ടങ്ങളിൽ ഇപ്പോൾ 5% ഭൂമി ഇതര ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഉത്തരവ് പ്രകാരം കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ ഒരു കാതൽ, അന്ന് പല വിധത്തിലുള്ള ഭൂമി ആളുകളുടെ കയ്യിലുണ്ടാകും. അതിൽ 81 ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ 81-ാം വകുപ്പ് പ്രകാരം 15-ൽ കൂടുതൽ ഭൂമി കൈവശം വയ്ക്കാൻ അനുവാദം കൊടുക്കുമ്പോൾ എന്തു പർപ്പസിന് എന്ന് തീരുമാനിച്ചിട്ടുണ്ടാകും. അത് ചിലപ്പോൾ പ്ലാന്റേഷനായിട്ടാകും, ചിലപ്പോൾ സ്കൂളിനായിട്ടാകും, ചിലപ്പോൾ വ്യവസായ സ്ഥാപനത്തിനായിട്ടാകും, ചിലപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനത്തിനായിട്ടാകും. എന്തു കാര്യത്തിനാണ് 15 ഏക്കറിൽ കൂടുതൽ ഭൂമി കൈവശം വയ്ക്കുന്നത് എന്ന് നമ്മൾ നോക്കും. ഉദാഹരണത്തിന് എൻ്റെ കയ്യിൽ 100 ഏക്കർ ഭൂമിയുണ്ട്. അത് 15 ഏക്കർ എനിക്ക് നിയമപരമായി അവകാശപ്പെടുത്താൻ പറ്റിയ ഭൂമിയാണ്. ബാക്കി 85 ഏക്കർ ഭൂമിക്ക് ഭൂപരിഷ്കരണ നിയമം 81-ലെ വകുപ്പ് പ്രകാരം ഞാൻ എക്സംഷൻ മേടിക്കുമ്പോൾ ആ ഭൂമി ഞാൻ ഇന്ന കാരണത്തിന് ചെലവഴിച്ചുകൊള്ളാം എന്ന് സർക്കാരുമായിട്ടൊരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആ ഭൂമി ആ ആവശ്യത്തിന് നിങ്ങൾ വിനിയോഗിച്ചില്ലെങ്കിൽ അത് സർക്കാരിൻ്റെ സ്വത്തായി മാറേണ്ട ഭൂമിയാണ്. ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ 100 ഏക്കർ ഭൂമിയുണ്ട്, 100 ഏക്കറും തോട്ടമാണ്. അതുകൊണ്ടാണ് 15 കഴിച്ച് 85 ഏക്കർ നിങ്ങൾക്ക് എക്സംഷൻ കിട്ടിയത്. എനിക്കൊരു 100 ഏക്കർ ഭൂമിയാണ്, അത് നെൽവയലാണ്. 15 ഏക്കർ കഴിഞ്ഞ് ബാക്കി 85 സർക്കാർ എടുത്തുകൊണ്ട് പോകും. നിങ്ങൾ പ്ലാന്റേഷൻ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അനുവാദം കിട്ടിയത്. അപ്പം അതുകൊണ്ട് ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ ചില കഠിനമായിട്ടുള്ള വ്യവസ്ഥകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ആ വാതിലുകളൊന്നും കൊട്ടിയടയ്ക്കപ്പെട്ടിട്ടില്ല. സ്വാഭാവികമായിട്ടും പുതിയ പരിഷ്കരണ നയങ്ങളുടെ ഭാഗം കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ നിലവിൽ പ്ലാന്റേഷന് വേണ്ടി കൈമാറപ്പെട്ട ഭൂമി മുറിച്ചു വിൽക്കാനോ തരം മാറ്റാനോ പ്രത്യേകമായിട്ടുള്ള ഒരു അനുവാദവും നിലനിൽക്കുന്നില്ല. സാറ് മന്ത്രിയായതിനു ശേഷം കുറേ പട്ടയ വിതരണം നടത്തിയപ്പോൾ ഞാൻ പലരോടും സംസാരിച്ചപ്പം അത് ഒരു വലിയ നേട്ടമായി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതിൻ്റെ സ്റ്റേറ്റസ് എന്താണ് ഇപ്പം? കേരളത്തിലിപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 3 വർഷക്കാലം കൊണ്ട് നമ്മൾ വിതരണം ചെയ്തത് 1,80,877 പട്ടയങ്ങളാണ്. കഴിഞ്ഞ 1-ാം ഗവൺമെൻറ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും ഏതാണ്ട് 5 വർഷക്കാലം കൊണ്ട് 1,77,000 പട്ടയങ്ങൾ വിതരണം ചെയ്യാനായി. അപ്പോൾ ഈ 2 ഗവൺമെൻറ്റിൻ്റെയും 2 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആകെ കേരളത്തിൽ 3,57,000 കുടുംബങ്ങളെ വീടിൻ്റെ ഉടമകളാക്കി മാറ്റിയ വളരെ അഭിമാനകരമായിട്ടുള്ള 2 ടേമിൽ കൂടി. ഈ ടേമിൽ കഴിഞ്ഞ ടേമിൽ 5 വർഷം കൊണ്ടാണ് 1,77,000 പട്ടയങ്ങൾ കൊടുത്തതെങ്കിൽ ഈ ടേമിൽ 3 വർഷക്കാലം കൊണ്ട് 1,80,877 എന്ന നമ്പർ നമ്മൾ ക്രോസ് ചെയ്തു. 4-ാം വാർഷികത്തിലേക്ക് വരികയാണ്. 5-ാം വാർഷികം കൂടി പൂർത്തിയാക്കുമ്പോൾ ഈ ടേമിൽ മാത്രം 3 ലക്ഷം പട്ടയങ്ങൾ കൊടുക്കുന്നതുൾപ്പെടെ ആകെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ 10 വർഷക്കാലം കൊണ്ട് 5 ലക്ഷത്തോളം ഭൂമിയില്ലാത്ത മനുഷ്യരെ, അല്ലെങ്കിൽ ഭൂമിയുടെ അവകാശികളായിട്ടും അതിന് അനുവാദം കിട്ടാതിരുന്ന മനുഷ്യരെ ഭൂമിയുടെ അവകാശികളാക്കുക എന്ന ശ്രദ്ധേയമായ ഒരു പദ്ധതിയായി മാറാൻ കഴിയും. ഇതിൻ്റെ പിന്നിൽ ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. സാധാരണ കേരളത്തിൽ ചട്ടങ്ങളും നിയമങ്ങളും ഭൂപതിവിനും ഭൂപരിഷ്കരണത്തിനും ഒക്കെ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഈ നിയമങ്ങളിൽ നിന്ന് സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളാൽ പലപ്പോഴും പട്ടയത്തിന് അർഹതപ്പെട്ട മനുഷ്യൻ ഒറ്റപ്പെട്ടു പോകും. മാത്രമല്ല പലർക്കും അറിവില്ലായ്മയുടെ പേരിൽ ഇതിന് അപേക്ഷ പോലും കൊടുക്കാതിരിക്കുന്നുണ്ടാകും. ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കേരള ചരിത്രത്തിൽ ആദ്യമായി ഈ ഗവൺമെൻറ് പട്ടയ മിഷൻ എന്നൊരാശയത്തിന് രൂപം കൊടുത്തു.
അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ നിയോജക മണ്ഡലത്തിലും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് അവരവരുടെ മണ്ഡലങ്ങളിൽ മുഴുവൻ പഞ്ചായത്ത് മെമ്പർമാരെയും വിളിച്ചിരുത്തി അവരുടെ ചുറ്റുവട്ടത്ത് ഇനി ആർക്കെങ്കിലും ഭൂമിയുടെ അവകാശികൾ ഉണ്ടോ എന്ന് അന്വേഷണം നടത്തി. അതൊരു ചരിത്ര സംഭവമാണ്. സാധാരണ ആളുകൾ ഇങ്ങോട്ട് അപേക്ഷ തരലാണ്. ഇത് അങ്ങോട്ട് പോയി ഇനി നിങ്ങളുടെ വാർഡിൽ ആരെങ്കിലും പട്ടയമില്ലാത്തവരുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ചോദിക്കുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കും. ആ പട്ടയമില്ലാത്തവരുടെ ലിസ്റ്റ് നമ്മൾ ക്രമീകരിക്കും. അതൊരു പട്ടയ ഡാഷ്ബോർഡായി നമ്മൾ ഒരു ഓപ്പൺ ഫോറത്തിൽ, അതായത് എല്ലാവർക്കും കാണാൻ കഴിയുന്ന ഒരു സംവിധാനത്തിൽ ഉള്ളടക്കം ചെയ്യും. ഓരോ 3 മാസക്കാലം കൂടുന്തോറും മന്ത്രി തന്നെ അത് അദാലത്ത് നടത്തും. അങ്ങനെ ഭൂമിയുടെ അവകാശികളാകാൻ, എന്നാൽ സാങ്കേതിക പ്രശ്നങ്ങളാൽ പറ്റാതെ പോകുന്ന നൂറുകണക്കിന് ആളുകളും ഇതിൻ്റെ അവകാശികളായി മാറാൻ പോകുന്ന ഒരു വലിയ അനുഭവം നമുക്കുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു വകുപ്പുകളുടെ കയ്യിലുള്ള ഭൂമിയുണ്ട്. ഉദാഹരണത്തിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പഞ്ചായത്തി രാജ് ആക്ട് പ്രകാരമോ പഴയ തീരുമാനപ്രകാരമോ ഒക്കെ ആ വകുപ്പിൻ്റെ കയ്യിലുള്ള ഭൂമിയുണ്ട്. അത് പലപ്പോഴും റവന്യൂവിന് ഡീവെസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് പട്ടയമായി കൊടുക്കാനാകില്ല. അത്തരം കേസുകളിൽ ഇപ്പോൾ കാലട ഇറിഗേഷൻ പ്രോജക്റ്റ് എത്രയോ കൊല്ലമായി ഇറിഗേഷൻ വകുപ്പിൻ്റെ ഒരു വലിയ കനാലിൻ്റെ ഒരുപാട് ദൂരം മാറി അവിടെ വെറുതെ ഇട്ടിരിക്കുന്ന ഭൂമിയാണ് എന്നുള്ളത് കൊണ്ട് താമസിക്കപ്പെട്ട 10,000-കണക്കിന് ആളുകളുണ്ട്. ഇറിഗേഷൻ്റെ ഭൂമിയാണെന്ന് എഴുതിയത് കൊണ്ട് ഇറിഗേഷൻ വകുപ്പ് അത് തരാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിനും ഞാനും ചേർന്ന് ബന്ധപ്പെട്ട ഗണേഷ് കുമാർ മിനിസ്റ്റർ ഉൾപ്പെടെ ബന്ധപ്പെട്ട എല്ലാവരെയും കൂട്ടിയിരുത്തി ആലോചിച്ചപ്പോൾ ആ കനാലിൻ്റെ ആസ്തിയെ ബാധിക്കാത്ത വിധത്തിലും കനാല് തുടർ പ്രവർത്തനങ്ങൾക്ക് അപകടം വരുത്താത്ത രീതിയിലും അവിടെ താമസിക്കുന്ന മുഴുവൻ അർഹരായ മനുഷ്യർക്കും പട്ടയം കൊടുക്കാൻ തീരുമാനിക്കുന്നത് ഉൾപ്പെടെ വിവിധ വകുപ്പുകളുടെ കയ്യിലുള്ള സ്ഥലങ്ങൾക്ക് പോലും അവരുടെ അനുമതിയോടുകൂടി പട്ടയം കൊടുക്കുക എന്ന ഒരു നടപടി ഉണ്ടാക്കിയതോടുകൂടി സാർവത്രികമായി ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഉറപ്പുവരുത്തുന്ന വിധത്തിലേക്ക് നമുക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ മലയോര പട്ടയത്തിൻ്റെ കാര്യം പറയുമ്പോൾ അത് കർഷകർക്കാണല്ലോ കൊടുക്കുന്നത്. അത് എത്ര കർഷകർക്ക് ഇപ്പോൾ വരെ കൊടുത്തിട്ടുണ്ട്? അത് ഈ കർഷകർ എന്ന് തീരുമാനിക്കുന്ന മാനദണ്ഡം എന്താണ്? യഥാർത്ഥത്തിൽ നമുക്ക് ഭൂപതിവ് നിയമത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിവിധ ചട്ടങ്ങളുണ്ട്. അതിൽ 93-ൽ നമ്മൾ ഇറക്കിയ ചട്ടമാണ് 1977 മുമ്പ് വനഭൂമിയിൽ കുടിയേറി താമസിച്ച് അവിടെ അവർക്ക് അർഹരായി വരുന്ന ആളുകളുടെ തലമുറകൾക്ക് പട്ടയം കൊടുക്കുക. അപ്പോൾ നേരത്തെ സാധാരണ നിലയിൽ ഇപ്പോൾ ഒരു കാടിൻ്റെ സ്റ്റാറ്റസ് ഉള്ള സ്ഥലത്തായിരിക്കും, BTR പ്രകാരം അങ്ങനെ സ്റ്റാറ്റസ് ഉള്ള ഒരു സ്ഥലത്തായിരിക്കും ഒരു കുടുംബം പോയി താമസിക്കുന്നത്. ചിലയിടങ്ങളിൽ ബോധപൂർവം കൊച്ചി രാജാവൊക്കെ കാടിനെ നാടാക്കി മാറ്റാനുള്ള പരിശ്രമത്തിൽ മൃഗങ്ങളുമായി ആക്രമണോത്സുകമായിട്ടുള്ള മൃഗങ്ങളുടെ ആക്രമണത്തെ കൂടി അതിജീവിച്ചുകൊണ്ട് അവിടെ ജീവിക്കാൻ ക്ഷണിച്ചതാണ്. അവർ വന്നു, അവരുടെ ഭൂമി ഒതുക്കി, അവരുടെ തലമുറകൾ ഇവിടെ താമസിച്ചു, അവർ കൃഷി പണിത നാട് മാറ്റി. പക്ഷെ അവർക്ക് പട്ടയം കൊടുക്കണമെങ്കിൽ വനം വകുപ്പ് റവന്യൂ വകുപ്പ് ചേർന്ന് ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തണം. ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തി വനം കേന്ദ്രത്തിൻ്റെ അധികാര കേന്ദ്രമായതുകൊണ്ട് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് കേന്ദ്രത്തിലേക്ക് അയച്ച് കേന്ദ്രത്തിൽ നിന്ന് അസൈൻമെൻറ്റ് മേടിച്ചാലേ അതിവിടെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ 30 വർഷക്കാലമായിട്ട് ജോയിന്റ് വെരിഫിക്കേഷൻ പാടില്ല, അത് നിർത്തി കേന്ദ്ര ഗവൺമെൻറ്. ഇപ്പോൾ കഴിഞ്ഞ 2024 ഫെബ്രുവരി 7 ഞാനും ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രിയും കൂടി അന്നത്തെയും വനം വകുപ്പ് മന്ത്രിയായിരുന്ന ഭൂപേന്ദ്ര യാദവിനെ നേരിട്ട് പോയി കണ്ട് കേരളത്തിൽ ഒരു പരിധി കഴിയുമ്പോൾ അന്ന് അപേക്ഷ കൊടുക്കാൻ പറ്റാത്തവർ, അറിവില്ലായ്മ ഉള്ളവർ, ഈ രേഖകളൊക്കെ നഷ്ടപ്പെട്ടു പോയവർ, അവർക്ക് അപേക്ഷിക്കാനും JVR നടത്താനും ഒരു അവസരം വേണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ് അതിന് അവസരം നൽകി. ഒരു വിവരശേഖരണം നടത്തി എത്ര പേർ ആ വിഭാഗത്തിലുണ്ട് എന്ന് നോക്കിയപ്പോൾ 55,685 ആളുകൾ അതിൻ്റെ അപേക്ഷ നൽകി. അവരുടെ ജോയിന്റ് വെരിഫിക്കേഷൻ ഏപ്രിൽ മാസത്തിൽ ആരംഭിക്കും. ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തുമ്പോൾ 77 മുമ്പ് അർഹതപ്പെട്ടവരാണോ എന്ന് കണ്ടാൽ ആ ഭൂമിയിൽ താമസിക്കാൻ സാധാരണ നിലയിൽ വനം വകുപ്പ് NOC തരും. ആ NOCയോട് കൂടി JVRന്റെ കോപ്പിയോട് കൂടി സർവേ നടത്തി അതിരടയാളപ്പെടുത്തി കേന്ദ്ര ഗവൺമെന്റിന്റെ പരിവേഷ് പോർട്ടൽ അയച്ചാൽ ഏറ്റവും പെട്ടെന്ന് അവിടെ നിന്ന് അനുമതി നൽകാം എന്ന് കേന്ദ്രമന്ത്രി വീണ്ടും ഞങ്ങളോട് സമ്മതിച്ച സാഹചര്യത്തിൽ മലയോര പട്ടയ രംഗത്ത് നിലവിൽ കൊടുത്തത് മാത്രമല്ല ഇനി കൊടുക്കാനിരിക്കുന്നവർക്ക് കൂടി അവരുടെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഉറപ്പുവരുത്തുക എന്ന വളരെ ശ്രദ്ധേയമായ, അതാ ഞാൻ പറഞ്ഞത് 35 കൊല്ലമായി JVRും പുതിയ അപേക്ഷയും നമ്മുടെ കൂട്ടത്തിലില്ല. അതൊരു ആശയം മാത്രമാണ്, അതൊരു ആവശ്യം മാത്രമാണ്. അത് ഈ ഏപ്രിലോട് കൂടി സാധ്യമാവുകയാണ്. അപ്പോൾ ഈ കേരളത്തിൽ ഇപ്പോൾ കർഷകരുടെ നമ്പർ കൂടി? അപ്പം അങ്ങനെയല്ല, ഇതിപ്പോൾ 977 മുമ്പ് കുടിയേറി പാർത്ത ആളുകൾ പല വിധത്തിലുള്ള അറിവില്ലായ്മകൾ കൊണ്ട് ഭൂമിയുടെ അവകാശികളാവാതെ എന്ന് മാത്രമല്ല അങ്ങനെയുള്ള ആളുകൾ ആ കാലത്ത് പട്ടയം പേടിച്ചിട്ടുണ്ടാകില്ല.
അന്ന് ചിലപ്പോൾ ഒരു എയോ അസൈൻമെന്റ് ഓർഡർ കൊടുത്തിട്ടുണ്ടാവും, ഒരു ചെറിയ വില അടയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും, കാശില്ലാത്തതുകൊണ്ട് അടച്ചിട്ടുണ്ടാവില്ല. ഇങ്ങനെ കൈമാറി കിട്ടിയ ഭൂമി ഉണ്ടാവും, ഹെറിഡിറ്ററി ആയി കിട്ടിയ ഭൂമി ഉണ്ടാവും, വില കൊടുത്ത് മേടിച്ച ഭൂമി ഉണ്ടാവും ഉത്തമ ബോധ്യത്തോടെ. അപ്പൊ അവർക്കെല്ലാം അപേക്ഷിക്കാൻ ഒരു അവസരം കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ കേരളത്തിൽ ഒരു സിംഗിൾ ബിസിനസ് തുടങ്ങാനായിട്ട് ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റം തുടങ്ങി. അതിപ്പം വേഗം വേഗം കാര്യങ്ങൾ നീക്കുന്നെന്ന് ഗവൺമെൻറ് പല പ്രാവശ്യം അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ ഒരു വീട് വയ്ക്കുന്ന ആൾക്ക് ചിലപ്പോൾ വില്ലേജ് ഓഫീസോ അല്ലെങ്കിൽ താലൂക്ക് ഓഫീസോ അല്ലെങ്കിൽ ചിലപ്പോൾ മുനിസിപ്പൽ ഓഫീസിലോ കയറി ഇറങ്ങി അതിന് ചിലർക്കിപ്പോൾ ആവറേജ് ഒരു 3 മാസം വരെയാണ് അതിൻ്റെ അകത്ത് സമയമെടുക്കുന്നത്. അപ്പം ഈ ചില ആൾക്കാർ വാടകയ്ക്ക് താമസിക്കുന്നുണ്ടായിരിക്കും. അവരുടെ ഈ ടോട്ടൽ കോസ്റ്റിൻ്റെ കൂടി ഇപ്പോൾ 20,000 രൂപയ്ക്ക് വാടകയ്ക്ക് താമസിക്കുന്ന ഒരാളാണെങ്കിൽ 60,000 കൂടെ ആഡ് ചെയ്യുകയാണ്. ഇതിന് എന്തെങ്കിലും ചെയ്യാനുള്ള ആലോചനയുണ്ടോ? അതിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അക്കാര്യത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സംവിധാനത്തിലൂടെ അവർക്ക് ഭൂമിയുടെ ഒരു ഏതെങ്കിലും വിധത്തിൽ ഒരു വീട് വെക്കാനുള്ള പെർമിറ്റ് കിട്ടാനുള്ള അനുവാദം കിട്ടുന്നതിന് ഏറ്റവും കുറഞ്ഞ കാലം കൊണ്ട് അത് കൊടുക്കാനുള്ള നടപടിക്രമം 3 മാസമൊക്കെയാണ് എടുക്കുന്നത്. 3-ൽ കൂടുതൽ മാസം എടുക്കുന്നത് ചിലപ്പോൾ നെൽവയൽ തണ്ണീർത്തട നിയമത്തിന്റെ ആക്ടിന്റെ ഭാഗമായിട്ട് വരുന്ന ഭൂമിയായിരിക്കും. അതിലങ്ങനെ സമയം എടുക്കുന്നുണ്ട്. അത് ഏറ്റവും വേഗതയിലാക്കാനും കാത്തു നിൽക്കാത്ത വിധത്തിൽ അവർക്ക് ഭൂമിയിൽ അവരുടെ വീടെന്ന സ്വപ്നം പ്രാവർത്തിക്കാനുമാകുന്ന വിധത്തിൽ KDISC, ഭൂമി തരം മാറ്റ നിയമങ്ങൾക്കുള്ള പുതിയ SOP, ഇങ്ങനെയുള്ള നടപടിക്രമങ്ങൾ വെച്ചുകൊണ്ട് കൂടുതൽ ഉദ്യോഗസ്ഥരുടെ അലോട്ട്മെൻറ്റ് ഇതെല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു ചെറിയ സമയം പോലും അവരെ ബുദ്ധിമുട്ടിക്കാത്ത വിധത്തിൽ അത് കൊടുക്കാനുള്ള എല്ലാ പദ്ധതികളും തദ്ദേശ സ്വയംഭരണ വകുപ്പും റവന്യൂ വകുപ്പും കൂടി ചേർന്ന് ആവിഷ്കരിക്കുന്നുണ്ട്. കേരളത്തിൽ എന്നല്ല, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി പറയുമ്പോൾ കുറേ അഴിമതിയുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്നാണ് ഒരു ജനത്തിൻ്റെ ആകെയുള്ള ഒരു ഫീലിംഗ്. അത് മാത്രമല്ല, ഇപ്പം നമ്മൾ ഈവൻ അഴിമതി കേസുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു തദ്ദേശ ഭരണ വകുപ്പ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അഴിമതി കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഈ അടിമുടി അഴിമതി എന്നൊക്കെ പറയുന്ന ഒരു സ്ഥിതിയാണ്. അതിനെപ്പറ്റി അതിൽ എന്താണ് താങ്കളുടെ ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റും? ഗവൺമെൻറ് അഴിമതിയെ ഒരു കാരണവശാലും വെച്ച് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള നിലപാടെടുക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. പക്ഷെ അഴിമതി ഉണ്ട്, പക്ഷെ അതിനെ സാർവത്രികവൽക്കരിക്കുകയും ചെയ്യരുത്. 19,000-ഓളം ജീവനക്കാരുള്ള ഒരു വകുപ്പാണ് റവന്യൂ വകുപ്പ്. 19,000. അതെ, ആ 19,000 സർവേ പിന്നെയുണ്ട്. 19,000 സർവേ റവന്യൂ ഒരേ വകുപ്പാണെങ്കിലും റവന്യൂ വകുപ്പുകളിൽ മാത്രമായി 19,000-ഓളം ജീവനക്കാരുണ്ട്. 6,000-ഓളം ജീവനക്കാർ സർവേ വകുപ്പിലുമുണ്ട്. അപ്പോൾ 25,000 പേരടങ്ങുന്ന ഒരു റവന്യൂ കുടുംബത്തിൽ നിങ്ങൾ എടുത്തു നോക്കിയപ്പോൾ അഴിമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ കടുത്ത നിലപാട് നമ്മൾ എടുക്കുമ്പോഴും വാർത്തകളിൽ അത് കൂടുതൽ ശക്തമാകുന്ന വിധത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതൊഴിച്ചാൽ എല്ലാവരും അങ്ങനെയാണെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. അങ്ങനെ ഉള്ളവർ ഒരു കാരണവശാലും അതിനെ അനുവദിക്കാനും പാടില്ല. ഇപ്പോൾ ഏറ്റവും പ്രധാനം റവന്യൂ വകുപ്പിൻ്റെ പൂമുഖ പടിവാതിൽ എന്ന് വിളിക്കാവുന്ന അടിസ്ഥാന കേന്ദ്രം വില്ലേജ് ഓഫീസാണ്. വില്ലേജ് ഓഫീസിൽ 4-5 ഉദ്യോഗസ്ഥന്മാരായിരിക്കും. ഒരു വില്ലേജിലെ 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും ആശ്രയിക്കേണ്ടി വരുന്ന ഒരു വകുപ്പുണ്ടെങ്കിൽ അത് റവന്യൂ വകുപ്പും വില്ലേജ് ഓഫീസും ആയിരിക്കും. അവിടെ പഞ്ചായത്തിലെ പോലെ പോലും ജനാധിപത്യ പ്രവണതകളോ അതിൻ്റെ നേതാക്കളോ ഇല്ല എന്ന് കണ്ടാണ് നമ്മളും ഈ തവണ കേരളത്തിൽ ആദ്യമായി ഓരോ മാസത്തിലും എല്ലാ 3ാമത്തെ വെള്ളിയാഴ്ചയും 3 മണിക്ക് വില്ലേജുകളിൽ ചേരുന്ന ജനകീയ സമിതി, വില്ലേജു തല ജനകീയ സമിതിയെ നമ്മൾ രൂപവത്കരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാകുമതിൽ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ഉണ്ടാകുമതിൽ, കേരളത്തിൻ്റെ നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ അതിൽ അംഗങ്ങളാണ്. സ്വാഭാവികമായിട്ടും നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ, ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ടാവുക, താടിയുള്ളപ്പനെ പേടിയുള്ളൂ എന്നൊക്കെ പറയുന്ന പൊതു സംവിധാനം പോലെ ജനപ്രതിനിധികൾക്ക് കൂടി ഏത് വിധത്തിൽ ഇടപെടാൻ കഴിയും നമ്മുടെ റവന്യൂ വകുപ്പിൽ എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് വില്ലേജ് തല ജനകീയ സമിതികൾ. വലിയൊരാശ്വാസമാണ്. കാരണം അവിടെ ചെല്ലുന്നത് ഈ വില്ലേജുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നേരറിവുള്ള ഒരാളാണ്. ഇന്ന ഫയൽ എടുക്കണം, ഇന്നതിൽ തർക്കമുണ്ട്, ഇന്നത് നിങ്ങൾ ഇങ്ങനെ ചെയ്തോ എന്നവൻ ചോദിക്കും എന്ന ധാരണ സ്വാഭാവികമായിട്ടും അവിടെ വരും. പരാതി എന്ന പേരിൽ റവന്യൂ വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് നോക്കുന്ന ഒരു പോർട്ടൽ വന്നിരിക്കുകയാണ്. അവിടെ അയക്കുന്ന പരാതിയോ അതിലെ വിലാസമോ ഫോൺ നമ്പറോ ഒരിക്കലും പുറത്തു കൊടുക്കാതെ വില്ലേജുമായി ബന്ധപ്പെട്ട റവന്യൂവുമായി ബന്ധപ്പെട്ട എല്ലാ വിധത്തിലുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റ് സംവിധാനങ്ങളെയും എൻഫോഴ്സ്മെൻറ്റ് സംവിധാനങ്ങളെയും കരുത്താക്കി ഇത്തരത്തിൽ വരുന്ന പരാതികൾ അടിയന്തരമായിട്ട് പരിഹരിക്കാനുള്ള ശ്രമം കൂടി നടത്തുന്നുണ്ട്. നമുക്ക് ഓരോ 3 മാസക്കാലം കഴിയുമ്പോഴും ഒരു റവന്യൂ ഓഫീസ് ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ പരിശോധിക്കാൻ കഴിയുന്ന വിധത്തിൽ അവർക്ക് പരിപാടി തയ്യാറാക്കി ഒരു ട്രിപ്പ് ഷീറ്റിൽ അത് കേന്ദ്രീകരിച്ച് ഓരോ പരിശോധനയിലെയും പരാതികൾ രേഖപ്പെടുത്തി അതിനെ കൂട്ടായി പരിശോധിക്കാനും പരിഹരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്.
അഴിമതിയെ ഒരു കാരണവശാലും കുറച്ച് പ്രോത്സാഹിപ്പിക്കാവുന്ന ഒരു നിലപാടും എടുക്കില്ല. അത് പക്ഷെ സാർവത്രികമാക്കുക ആണ് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പുമില്ല. അഴിമതിയില്ല എന്നൊന്നും വാശി അല്ല അഭിപ്രായം പറഞ്ഞു നിൽക്കേണ്ട ഒരാളല്ല ഞാൻ. അങ്ങനെയുള്ള ഒരുപാട് കേസുകളുണ്ട്, അത് പുറത്തു വരുന്നുണ്ട്. അതെല്ലാം ഇനി കഠിന ശിക്ഷയ്ക്കായിരിക്കും വിധിക്കുക. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, 2016 മുതൽ 25 വരെ താങ്കൾ തന്നെ അസംബ്ലിയിൽ പറഞ്ഞൊരു കണക്കാണ്, 4 പേരെ മാത്രമേ ഉള്ളൂ ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. അല്ല, ഞാൻ കേരളത്തിന്റെ നിയമസഭയിൽ പറഞ്ഞത് ആ കാലയളവിൽ 4 പേരെ ജോലിയിൽ നിന്ന് പുറത്താക്കി, 71 പേരെ തരം താഴ്ത്തി. കഠിനമായ നടപടികളാണ്. സസ്പെൻഡ് ചെയ്തവർ അതിനേക്കാൾ ഏറെയാണ്. സസ്പെൻഷൻ ഒരു നടപടിയല്ല, അതൊരു കുറ്റം ചെയ്താൽ ആദ്യ നടപടി എടുക്കുന്നതാണ്. ഒരാളെ പുറത്താക്കുക എന്നതിനേക്കാൾ കഠിനമായിട്ടുള്ള നടപടി ഏതാണ്? തരം താഴ്ത്തുക. ഉദാഹരണത്തിന് ഒരു തഹസിൽദാരെ ഞങ്ങൾ വില്ലേജ് ഓഫീസറായി വെച്ചു, അയാൾ ഇനി അങ്ങനെ ഒരു പരിശ്രമത്തിന് മുതിരില്ല എന്നാണ് ധാരണ. ഇപ്പം നമ്മൾ പറഞ്ഞ നടപടിക്രമങ്ങളുടെ എണ്ണം എടുത്ത് പരിശോധിച്ചാൽ പലപ്പോഴും ഇത് കൃത്യതയോടുകൂടി നടപടി ആകാതെ വരുന്നതിൻ്റെ ഒരു കാരണം KSRന്റെ ചില ലൂപ്പ് ഫോൾസ് ഉപയോഗിക്കാൻ പറ്റും. ഒരു വിജിലൻസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്താൽ അതിൻ്റെ റവന്യൂ അന്വേഷണം പൂർത്തിയാകുന്ന എപ്പോഴാണ്? വിജിലൻസ് കോടതിയുടെ വിധികൾ വരുന്ന എപ്പോഴാണ്? സ്വാഭാവികമായിട്ടും അപ്പോൾ അതിനിടയിൽ പലരും റിട്ടയർമെൻറ്റ് കിട്ടും, പലരും രക്ഷപ്പെട്ടു പോകും, പല തരത്തിലേക്കും വരും. ഇപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് 2ൽ കൂടുതൽ ശിക്ഷയോ പിടിക്കപ്പെടലോ, ശിക്ഷയല്ല പിടിക്കപ്പെടലുണ്ടായാൽ പോലും ഇനി അയാളെ കീ പോയിന്റുകളിൽ വെക്കേണ്ടതില്ല. സാധാരണ നിലയിൽ നമ്മൾ മാറി. ഇപ്പോൾ നേരിട്ട് ഓടി വന്നിട്ട് ഒരാൾക്ക് വില്ലേജ് ഓഫീസർ ആകാൻ പറ്റില്ല. അയാൾക്ക് 2 വർഷമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഒരു വില്ലേജ് സർവീസ് ഉണ്ടാകണം. മറ്റത് സൗകര്യമായ സ്ഥലത്ത് പോയി ഇന്ന് പ്രൊമോഷൻ ആകുമ്പോൾ നേരെ വന്ന് വില്ലേജ് ഓഫീസർ. ഡെപ്യൂട്ടി തഹസിൽദാരാവുന്നതിന് ജോലിയില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഇരുന്ന് പോകാൻ പറ്റില്ല. 3 കൊല്ലമെങ്കിലും വില്ലേജ് ഓഫീസർ ആകണം, അല്ലാത്ത ഒരാളെ ആക്കാൻ പറ്റില്ല. അപ്പോൾ കഠിനമായിട്ടുള്ള നടപടികളും ശിക്ഷകളും ഒക്കെ എടുത്ത് അഴിമതിക്കെതിരായി സന്ധിയില്ലാത്തൊരു സമരത്തിന് എല്ലാ റവന്യൂ ഉദ്യോഗസ്ഥന്മാരെയും കൂട്ടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് സർക്കാരിൻ്റെ താല്പര്യം. പിന്നെ ഈ വയനാട് റീഹാബിലിറ്റേഷൻ എത്രയായി, എത്രത്തോളമായി? ആർ യു ഹാപ്പി വിത്ത് ദ വേ ഇറ്റ് ഈസ് പ്രോഗ്രസിങ്? ഹാപ്പി അല്ലല്ലോ നമ്മളാരും. കാരണം 298 ആളുടെ മരണമാണല്ലോ ഞാൻ പറഞ്ഞോട്ടെ, 298 ആളുടെ മരണമാണല്ലോ അതിലേറ്റവും പ്രധാനം. എത്ര തീർത്താലും തീരാത്ത വിധത്തിലുള്ള നഷ്ടമുള്ളവരാണ്. എടുത്തുകൊണ്ടിരിക്കുന്ന പണി വലിയ ആത്മസംതൃപ്തിയുണ്ട്, പക്ഷെ അത് പൂർണ്ണതയിലായിട്ടില്ല. കാരണം പൂർണ്ണതയിലാകണമെങ്കിൽ കുറച്ചുകൂടി സമയം പിടിക്കും. ഇവിടെ റീഹാബിറ്റേഷൻ പലപ്പോഴും മാധ്യമങ്ങൾ പറയുന്നത് വീടില്ലാത്തവർക്ക് വീട് കൊടുക്കലാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം റീഹാബിറ്റേഷൻ അതല്ല. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണം, അതൊരു പ്രോജക്റ്റ് മാത്രമാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ മുന്നനുഭവങ്ങളില്ലാത്ത വിധം ഒരു ടൗൺഷിപ്പിന് കേരളം എന്തുകൊണ്ടാണ് നേതൃത്വം നൽകുക? അങ്ങ് ചിന്തിച്ചിട്ടുണ്ട്? സാധാരണ നിലയിൽ നമുക്കിങ്ങനെ ഒരു ദുരന്തം ഉണ്ടായാൽ ദുരന്തത്തിൽപ്പെട്ടവരുടെ ലിസ്റ്റ് തയ്യാറാക്കി ആ ലിസ്റ്റിൽപ്പെട്ടവർക്ക് സർക്കാർ നിശ്ചയിക്കുന്ന നിശ്ചിതമായിട്ടുള്ളൊരു തുക, ഇപ്പോൾ 15 ലക്ഷമാണല്ലോ വീട് മേടിക്കാത്തവർക്ക്, എന്നാൽ അതിൻ്റെ ഇരട്ടി തുക എന്നങ്ങ് നിശ്ചയിക്കുക. അത് കൊടുത്താൽ കേരളത്തിൽ ഗവൺമെൻറ് അവരോടുള്ള ഉത്തരവാദിത്വം ഒഴിവാകും. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ എക്സംഷൻ കിട്ടിയ ഭൂമിയാണ് മഹാഭൂരിപക്ഷവും വയനാട്ടിലുള്ളത്. അവരാ പണം കൊടുത്താൽ എവിടെ പോയി 10 സെൻറ്റ് ഭൂമി മേടിച്ച് വീട് കെട്ടും? അപ്പോൾ പലപ്പോഴും ഏതെങ്കിലും വാടക വീട്ടിൽ താമസിച്ച് മകളുടെ കല്യാണവും നടത്തി ബാക്കിയുള്ള കാശ് ആർഭാടമായിട്ട് ചെലവഴിച്ച് വീണ്ടും ഒരു 2 വർഷക്കാലം കഴിയുമ്പോൾ ഒരു ഭൂരഹിതൻ കൂടി സൃഷ്ടിക്കപ്പെടുന്ന വിധത്തിൽ അത് മാറും. അതുണ്ടാകാതിരിക്കുക. അല്ല, അതിനേക്കാൾ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളിതുപോലെ ഒരുമിച്ച് താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഒരു രാവിലെ ഉണ്ടായ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവരും ഒറ്റപ്പെട്ടവരും കാണാതായവരും അടക്കം നമ്മുടെ ചുറ്റും ആയിരുന്ന എല്ലാ മനുഷ്യരും അങ്ങ് മാറിപ്പോവുകയാണ്. അവനിനി ഒറ്റയ്ക്കൊരിടത്ത് പോയി താമസിച്ചാൽ അവൻ്റെ മനോവികാരം എത്രയായിരിക്കും? അത്രയേറെ സൈക്കോളജിസ്റ്റുകളെയാണ് നമ്മൾ ഈ പറക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവരെയും ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന ആശയം വെച്ചുകൊണ്ട് ഒരു ടൗൺഷിപ്പ്. കേവലം അത് പുനരധിവാസ പ്രവർത്തനത്തിൽ വീടില്ലാത്തവർക്ക് വീട് മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, 1038 കുടുംബങ്ങൾ അടങ്ങുന്നതാണ് നമ്മുടെ മൈക്രോ പ്ലാൻ. ജോലിയില്ലാത്തവർക്ക് ജോലി, ജോലി ഉള്ളത് നഷ്ടപ്പെട്ട ആളുകൾക്ക് പുതിയ ജോലി, ഇതുവരെ ജോലിയില്ലാത്തവർക്ക് പുതിയ ജോലി തുടങ്ങാൻ ചൂരൽമലയിലെ സഹായം, അവിടെ നഷ്ടപ്പെട്ട കൃഷി തിരിച്ചു പിടിക്കാൻ പെരനയൽ ക്രോപ്സ് ആണ് അവിടെ പ്രധാനം. പക്ഷേ ഇപ്പോൾ നമ്മൾ കാർഷിക സർവകലാശാലയെ അങ്ങോട്ട് വിട്ടുകൊണ്ട് അവിടുത്തെ ഭൂമിയുടെ പുതിയ അവസ്ഥ വെച്ച് നടത്താൻ പറ്റുന്ന കൃഷികൾ ഏതൊക്കെ, അതിലൊരു കൂട്ടുകൃഷി സമ്പ്രദായം എങ്ങനെ കൊണ്ടുവരാം. മൃഗസംരക്ഷണത്തിൽ നഷ്ടപ്പെട്ടവർക്ക് മാത്രമല്ല, പുതിയതായി മൃഗസംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ, സ്കൂളുകൾ നഷ്ടപ്പെട്ടവർക്കത്, പാലങ്ങളും റോഡുകളും നഷ്ടപ്പെട്ടവർക്ക് അങ്ങനെ. ഇപ്പം കടബാധിതരുണ്ട്, ഞാനത് ഇങ്ങനെ പലത് എല്ലാം പറയുന്നില്ല, കടബാധിതരുണ്ട്. ആ കടബാധിതരുടെ കടങ്ങൾ എഴുതി തള്ളണ്ടേ? യഥാർത്ഥത്തിൽ കേരള ബാങ്കിലെ കടങ്ങൾ എഴുതി തള്ളി.
ഇനി 30 കോടിയാണ് അവിടെയുള്ള ആളുകളുടെ കടം. 30 കോടിയുടെ കടം കേരളത്തിലെ ഗവൺമെൻറ് വേണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് എടുത്തു കൊടുക്കുക. അങ്ങനെ വേണ്ടി വന്നാൽ അത് ചെയ്യുകയും ചെയ്യും. പക്ഷേ അതുകൊണ്ട് പ്രശ്നം തീരില്ല. ഇപ്പോൾ ഇന്ത്യ രാജ്യത്തെ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള ദുരന്ത നിവാരണ ആക്ട് 2005 സെക്ഷൻ 13 പ്രകാരം ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചർ എന്ന വിധത്തിൽ ഒരു L3 ദുരന്തം ഉണ്ടായാൽ ആ ദുരന്ത ബാധിതരുടെ മുഴുവൻ കടങ്ങൾ എഴുതി തള്ളാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഒരു പ്രമേയം പാസ്സാക്കിയാൽ മതി. അതുകൊണ്ട് എന്താ ഗുണം? കേരള സർക്കാർ പണം കൊടുത്താൽ, CSR ഫണ്ട് കൊടുത്താൽ കടം മാറുമെന്നല്ലാതെ സിവിൽ സ്കോറിൽ മാറ്റം ഉണ്ടാകില്ല. ഇങ്ങനെ തീരുമാനത്തിൽ ഒരു മാൻഡേറ്ററി പാർലമെന്റ് അംഗീകരിച്ച തീരുമാനത്തിലൂടെ വന്നാൽ അവരുടെ സിവിൽ സ്കോറിനെ ബാധിക്കില്ല, പുതിയ കടങ്ങൾ എടുക്കാൻ പറ്റും. ഇനി കടകൾ നഷ്ടപ്പെട്ട ആളുകൾ, ചൂരൽമല പോയിട്ടുണ്ടാകുമോ എന്ന് ഞാൻ വിചാരിക്കുന്നു. ചൂരൽമല ഇനി പുനർനിർമ്മിക്കണം. ചൂരൽമലയിലെ പല വഴികളും നോട്ട് ടു ഗോ സോണാണ്. അപ്പോൾ ഒരു 5 കോടി രൂപ പ്രാഥമികമായി ചെലവഴിച്ച് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ എഞ്ചിനീയർമാർ ഡിസൈൻ ചെയ്ത് ഒരു പുതിയ ടൗൺഷിപ്പിലേക്ക് എല്ലാവരെയും പുനരധിവസിപ്പിക്കാൻ, കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കാൻ പറ്റിയ ഒരു പുതിയ ടൗൺഷിപ്പിലേക്ക്. അപ്പോൾ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട്, കൃഷി നഷ്ടപ്പെട്ടവർക്കത്, മൃഗങ്ങളെ നഷ്ടപ്പെട്ടവർക്കത്, കച്ചവടം നഷ്ടപ്പെട്ടവർക്കത്, സ്കൂളുകളും പാലങ്ങളും റോഡുകളും നഷ്ടപ്പെട്ടവർക്കത് പുനർനിർമ്മാണം ഏറ്റവും വേഗതയിൽ സർവതല സ്പർശിയായി തീർക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. എന്തായാലും വീടുകൾ 2025 പൂർത്തീകരിക്കും. സ്കൂളുകൾ, റോഡുകൾ, പാലങ്ങൾ ഈ സാമ്പത്തിക വർഷം അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കും. ഇങ്ങനെ ഘട്ടം ഘട്ടമായി ടൈം ടേബിൾ ഇട്ട് ഒരു സ്പെഷ്യൽ ഓഫീസറെ തന്നെ നിയമിച്ച് വളരെ ശ്രദ്ധയോടെ ഗവൺമെൻറ് പോവുകയാണ്. ഞാനും മുഖ്യമന്ത്രിയും എല്ലാ മാസവും മാറി മാറി ഈ പ്രശ്നങ്ങൾ നേരിട്ട് പോയോ ഇവിടെ യോഗം നടത്തിയോ വിലയിരുത്തുന്നുണ്ട്. വീണ്ടും നമുക്ക് ഈ അഴിമതി ഇഷ്യൂയിലേക്ക്, അത് സാധാരണ ജനങ്ങളെ ഒത്തിരി ടച്ച് ചെയ്യുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ LDF എപ്പോൾ അധികാരത്തിൽ വന്നാലും റവന്യൂ വകുപ്പ് CPIയുടെ കയ്യിലാണ്. CPIയുടെ ഒരു ഇതാണ് ജോയിൻറ്റ് കൗൺസിൽ എന്ന് പറയുന്ന സംഘടന CPIയുടെയാണ്. അപ്പം ചിലർക്ക് പലർക്കും ഒരു അഭിപ്രായമുണ്ട്, പല അഴിമതിക്കാരെയും ഇങ്ങനെയൊരു ട്രേഡ് യൂണിയൻ ഉള്ളത് കൊണ്ട് പ്രൊട്ടക്റ്റഡ് ആയി പോകുന്നതാണ്. അതിനെപ്പറ്റി താങ്കൾ എന്ത് പറയുന്നു? സർക്കാർ ജീവനക്കാർക്ക് നിരവധി സംഘടനകളുണ്ട്. അതിൽ ഓരോ സംഘടനകളെക്കുറിച്ചും ഓരോ വകുപ്പിലും ഓരോ അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട്. ഏതെങ്കിലും ഒരു യൂണിയൻ ആയതുകൊണ്ട് ഉണ്ടാകുന്നതല്ല അഴിമതി. ഇപ്പോൾ നമ്മളെടുത്തിട്ടുള്ള ഈ പുറത്താക്കലും ഡിസ്മിസ്സും താൽക്കാലിക സസ്പെൻഷനും തരം താഴ്ത്തലും ഒക്കെയുള്ള നടപടികൾ എടുത്തു പരിശോധിച്ചാൽ അങ്ങേക്ക് മനസ്സിലാകും അതിലെല്ലാ യൂണിയനുകളും ഉണ്ട്. ഏതെങ്കിലും ഒരു യൂണിയൻ നടത്തുന്നതല്ല അഴിമതി. ഏതെങ്കിലും യൂണിയൻ്റെ നിർദ്ദേശപ്രകാരമോ അവരുടെ അംഗീകാര പ്രകാരമോ നടത്തുന്നതും അല്ല അഴിമതി. അത് ഇതിലെ ചില പുഴുക്കുത്തുകളാണ്. അത് അംഗീകരിക്കുന്ന പ്രശ്നമില്ല. അതിൻ്റെ തലപ്പത്തോ അതിൻ്റെ ഭാഗമായോ പെടുന്നവരുടെ യൂണിയൻ നോക്കില്ല, രാഷ്ട്രീയം നോക്കില്ല, വ്യക്തിബന്ധങ്ങൾ നോക്കില്ല, രക്തബന്ധങ്ങൾ നോക്കില്ല, സൗഹൃദം നോക്കില്ല. അഴിമതിക്കാരനോട് ഒരേ നിലപാടേ ഗവൺമെൻറ്റിനുള്ളൂ. അതവനെതിരായിട്ടുള്ള കർശനമായ നിലപാടാണ്. അത് നാളെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതിൽ പ്രത്യേകമായൊരു സംഘടന അങ്ങനെ നടത്തുന്നതായി ഒരു കാരണവശാലും എവിടെയും അങ്ങനെ ഒരു പ്രശ്നം ഉന്നയിക്കപ്പെട്ടിട്ടില്ല. ചിലപ്പോൾ ആ സംഘടനയുടെ ഭാഗമായി പല സംഘടനകളിലും ആളുകൾ വരുന്നത് പോലെ ഉണ്ടാകും. പ്രത്യേകമായ ഏതെങ്കിലും ഒരു സംഘടനയോ പ്രത്യേകമായ ഏതെങ്കിലും ഒരു കക്ഷിയോ ഇത്തരം ഒരു പ്രവർത്തനത്തിന് നേതൃത്വം നൽകില്ല. എന്ന് മാത്രമല്ല, കേരളത്തിലെ ട്രേഡ് യൂണിയൻ രംഗത്ത്, കേരളത്തിലെ സർവീസ് സംഘടനാ രംഗത്ത് ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ അതിൻ്റെ മുൻനിരയിൽ പ്രവർത്തിക്കുന്ന ആരുടെയും അംഗീകാരവും ആരുടെയും പിന്തുണയും ഇത്തരം അഴിമതിയുടെ കാര്യത്തിൽ, ഭരണപക്ഷത്തിൻ്റെ മാത്രമല്ല പ്രതിപക്ഷത്തുൾപ്പെടെയുള്ള സംഘടനകളുടെ ആരുടെയും നേരിട്ടിട്ടുള്ള അറിവോ സമ്മതമോ പിന്തുണയോ ഇക്കാര്യത്തിലുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ക്ലീൻ എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്ത ഒരാളായിരുന്നു നവീൻ ബാബു എന്നുള്ള ഉദ്യോഗസ്ഥൻ. അദ്ദേഹത്തിനെതിരെ അവിടുത്തെയുള്ള ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ് ഒരു ആരോപണം ഉന്നയിച്ചു. അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറ്റി. പക്ഷേ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ താങ്കൾക്ക് ആ സംഭവത്തെപ്പറ്റി എന്താ പറയാനുള്ളത്? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന കാര്യമാണ്. ഈ രാഷ്ട്രീയത്തിൽ അതിൻ്റെ ഉന്നതമായിട്ടുള്ള തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഓരോ കാര്യത്തിലും അവരുടെ വർത്തമാനത്തിൽ, അവരുടെ പെരുമാറ്റത്തിൽ, അവരുടെ സ്വഭാവത്തിലൊക്കെ അവർ പുലർത്തേണ്ട ഒരു മിതത്വവും പക്വതയുമുണ്ട്. അതെപ്പോഴും പാലിക്കണം. നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗവൺമെൻറ് അതിൻ്റെ കൃത്യമായ അന്വേഷണം നടത്തി അതിൻ്റെ കുറ്റപത്രം സമർപ്പിക്കൽ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോവുകയാണ്. സ്വാഭാവികമായിട്ടും നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് കൃത്യമായ
അവരുടെ ആ കുടുംബത്തിൻ്റെ ദുഃഖം ഇനി അകറ്റാൻ പറ്റില്ല. പക്ഷേ അവർക്ക് നീതി കിട്ടണം എന്ന കാര്യത്തിൽ ഒരു തർക്കവും വ്യക്തിപരമായി എനിക്കില്ല, റവന്യൂ വകുപ്പിനില്ല, ഗവൺമെൻറ്റിനുമില്ല. അതുകൊണ്ടാണ് ആ ഘട്ടത്തിൽ തന്നെ ഏതെങ്കിലും വിധത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങളോ ഇടപെടലുകളോ ഇല്ലാതെ അദ്ദേഹത്തിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുമുള്ള ഏറ്റവും ആധികാരികമായിട്ടുള്ള അഭിപ്രായം മന്ത്രി എന്ന നിലയിൽ രേഖപ്പെടുത്തിയത്. ആ അഭിപ്രായത്തിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അവരുടെ കുടുംബത്തിന് നീതി കിട്ടും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഗവൺമെൻറ്റിൻ്റെയും പൊതുവായ അഭിപ്രായം. അതിനകത്ത് ആരെങ്കിലും സംരക്ഷിക്കാനുള്ള ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല. പൊളിറ്റിക്സ് പറയുകയാണെങ്കിൽ ഈയിടെ CPI ഒരു മാറ്റം വരുത്തി. അംഗങ്ങൾക്ക് മദ്യപിക്കാം, അല്ലെങ്കിൽ മദ്യപാനം വിൽ നോട്ട് ബി എ ഇഷ്യൂ that would stand against somebody joining the party or continuing in the party. ഇത് പാർട്ടിയിലുള്ള ആൾക്കാരെ നിലനിർത്താനാണോ, കൂടുതൽ ആൾക്കാരെ പാർട്ടിയിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പാണോ? ഈ പാർട്ടിയെ കുറിച്ചിട്ട് ഒരു ചുക്കും അറിയില്ല എന്ന് ഞാൻ പറയില്ല, കാരണം നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞോട്ടെ, ഇങ്ങനൊരു നിയമം കൊണ്ടുവന്നു നിങ്ങളോട് ആരാണ് പറഞ്ഞത്? ഏത് നിയമത്തിലാണ് അങ്ങനെയുള്ളത്? ഞാൻ ഇന്നലെ എന്നോട് ഒരാൾ ചോദിച്ചു, ഈ പാർട്ടിയിൽ മത്സരിക്കാൻ പാടില്ല എന്നൊരു തീരുമാനം നിങ്ങൾ എടുത്തതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അങ്ങനെ ഒരു തീരുമാനവും ഞങ്ങൾ എടുത്തിട്ടില്ല. നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടി അംഗങ്ങളായ ആളുകൾക്ക് മദ്യപിക്കാം എന്ന ഏതെങ്കിലും ഒരു രേഖയിലോ ഏതെങ്കിലും ഒരു തീരുമാനത്തിലോ ഏതെങ്കിലും ഒരു ഭരണഘടനയിലോ എൻ്റെ പാർട്ടി എഴുതി വെച്ചിട്ടില്ല. എൻ്റെ പാർട്ടി അങ്ങനെ എഴുതി വെക്കുകയില്ല. ആരോടെങ്കിലും ചോദിച്ചപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് ഒരാൾ പറഞ്ഞ അഭിപ്രായ പ്രകടനം ഒരു പാർട്ടിയുടെ ഔപചാരികമായിട്ടുള്ള രേഖയാണെന്ന് പറഞ്ഞാൽ യഥാർത്ഥ രാഷ്ട്രീയത്തെയോ യഥാർത്ഥ രേഖയോ നമ്മൾ പഠിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ ആർക്കെങ്കിലും ഇന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് ചെയ്യാം, ഇന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വ നിരയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും പൊതുവായി സമൂഹത്തിനകത്ത് പാലിക്കേണ്ട ചില മര്യാദകളും ചില രീതികളും ചില സ്വഭാവങ്ങളും ഉണ്ട്. അതിലെല്ലാവരും ഒരുപോലെ നിൽക്കുകയാണ്. അക്കാര്യത്തിൽ കഠിനമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന ഒരു പാർട്ടി തന്നെയാണ് ഞങ്ങളുടെ പാർട്ടി. നിങ്ങൾ പറഞ്ഞത് ഒരു തെറ്റായ ധാരണയുടെ പുറത്താണ്. അങ്ങനെ ഒരു ഘട്ടത്തിലും പല പാർട്ടികൾക്കും ഉണ്ടല്ലോ ഈ പഴയ കുറേ നമ്മൾ ചില റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ ഇൻഫോർമൽ ആയിട്ടുള്ള, പക്ഷെ അത്തരം പല കാര്യങ്ങളും പലർക്കും ഇപ്പോൾ മാറ്റേണ്ടതായിട്ട് വന്നിട്ടില്ലേ? ഞാൻ കേട്ടിട്ടില്ല. അല്ല, ഈ ഒരു അല്ല, ഇപ്പോൾ ഞാൻ പറയാം, ഈ നമ്മളുടെ ഒരു ലോകം തന്നെ മാറി. ഇപ്പം പ്രത്യേകിച്ച് യൂത്ത് ആയിട്ടുള്ള, ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം, ഞാൻ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ RSS എന്ന് പറയുന്ന ഒരു സംഘടന ആദ്യം കാക്കി ഇടുവായി, അവർക്കത് മാറ്റേണ്ടി വന്നു. പുതിയ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരെ ഇപ്പോൾ ഈവൻ മതസംഘടനകൾ പോലും പല ഇതുകൾ മാറ്റുവാണ്. അതുപോലെ CPI പോലെയുള്ള ഒരു പാർട്ടിക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പാർട്ടിയുടെ അംഗത്വം അല്ലെങ്കിൽ പാർട്ടിക്കോടുള്ള ആൾക്കാരുടെ ആഭിമുഖ്യം, പ്രത്യേകിച്ച് യുവജനങ്ങൾക്കുള്ള ഒരു താല്പര്യം എന്ന് കുറഞ്ഞുകൊണ്ട് വരികയാണ്. ഇത് ഒന്ന് മാറ്റാനായിട്ട് എന്ത് സ്റ്റെപ്പ് എടുക്കാമെന്നാണ് ഇപ്പോൾ താങ്കൾ മന്ത്രി എന്നുള്ള നിലയിൽ പല വിഭാഗക്കാരുമായിട്ട് ഇടപെടുന്നുണ്ടല്ലോ? അല്ല, മന്ത്രി അല്ലാതെ ഇടപെടുന്നുണ്ട്, അതിപ്പോൾ മന്ത്രി എന്നുള്ള നിലയിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഇടപെടുന്നു. അപ്പം താങ്കൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ചില മാറ്റങ്ങൾ നമുക്ക് ആവശ്യമാണ്? ഉറപ്പായിട്ടും മാറ്റങ്ങൾ പൊതുസമൂഹത്തിൽ ആവശ്യമാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ ചെറുപ്പക്കാരെ ആകർഷിക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട വഴിയാണ്. എന്തുകൊണ്ടാണ് അരാഷ്ട്രീയവാദം ഇങ്ങനെ നമ്മുടെ പൊതുസമൂഹത്തെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? നമ്മുടെ സ്കൂളുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള മത്സരം നിർത്താൻ തീരുമാനിച്ചപ്പോൾ അതൊരു വലിയ സംഭവമാണെന്ന് കരുതിയ ഒരുപാട് ആളുകളുണ്ട്. ക്യാമ്പസുകളിൽ നിന്ന് കക്ഷി രാഷ്ട്രീയം വഴി ഇറങ്ങിപ്പോയാൽ സമരങ്ങൾ ഉണ്ടാകില്ല, പ്രയാസങ്ങൾ ഉണ്ടാകില്ല എന്ന് കരുതിയവരുണ്ട്. ഞാൻ ഉറപ്പിച്ച് പഴയ വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ പ്രവർത്തകൻ, സംസ്ഥാനത്തും അഖിലേന്ത്യാ അടിസ്ഥാനത്തിലും പ്രവർത്തിച്ച ഒരാളെന്ന നിലയിൽ ഉറപ്പിച്ചെനിക്ക് പറയാൻ വേണ്ടി കഴിയും, യഥാർത്ഥ രാഷ്ട്രീയം എന്നാണോ ക്യാമ്പസുകളിൽ ഡൈലൂട്ട് ആകപ്പെടുന്നത്, അവിടെയാണ് അരാഷ്ട്രീയവാദം ഉയർന്നു വരുന്നത്. ആ അരാഷ്ട്രീയവാദത്തെ മറയാക്കിയാണ് മയക്കുമരുന്നുൾപ്പെടെ ഒരു പക്ഷേ ക്യാമ്പസുകളിൽ ഒരിക്കലും നല്ല രാഷ്ട്രീയമുള്ള കാലത്ത് കിടക്കാതിരുന്നിരുന്ന വിധ്വംസക പ്രവർത്തനങ്ങളുടെ വേദിയായി ക്യാമ്പസുകൾ മാറുന്നത്. നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ കണ്ടല്ലോ, ഒരു ക്യാമ്പസിനകത്ത ഹോസ്റ്റൽ മുറിയിൽ നിന്നും ക്ലാസ് മുറിയിൽ നിന്നും അതിഭീകരമായിട്ടുള്ള രാസലഹരി പിടികൂടിയൊരു അനുഭവം. എനിക്ക് ഉറപ്പുണ്ട് ആ ക്യാമ്പസിനകത്ത് നല്ല രാഷ്ട്രീയ പ്രവർത്തകനോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ നിലയുറപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത്തരം സംഭവങ്ങൾ ഉണ്ടാകില്ല. ഞങ്ങളൊക്കെ ക്യാമ്പസുകളിൽ കഠിനമായ സമരങ്ങളും പോരാട്ടങ്ങളും നടക്കുന്ന കാലത്ത്, ക്യാമ്പസുകളിൽ നിന്ന് ദിവസങ്ങളോളം ജയിലഴികൾക്കകത്ത് കിടക്കേണ്ടി വന്ന കാലത്ത്, ക്രൂരമായ പോലീസ് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന കാലത്ത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരായിരുന്ന ആളുകളാണ്. അന്ന് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരോട് പൊതു ക്യാമ്പസിനുള്ള
ഒരു ആഭിമുഖ്യവും അവരോടുള്ളൊരു ആദരവും പതുക്കെ പതുക്കെ അരാഷ്ട്രീയവാദം വളരെ ബോധപൂർവമാണിത്. എന്തുകൊണ്ടാണ് ഈ അരാഷ്ട്രീയവാദവും മതസംഘടനകളും കൈകോർത്ത് ചേരുന്നിടത്ത് ഇത്തരം അപകടകരമായിട്ടുള്ള വസ്തുതകൾ ഉണ്ടാകുന്നത്? അതുകൊണ്ട് എൻ്റെ അഭിപ്രായം ഈ മയക്കുമരുന്നും രാസലഹരിയും ഉൾപ്പെടെ അപകടകരമാം വിധം നമ്മുടെ യുവത്വത്തെ പിടികൂടുന്ന ഇടങ്ങളിലേക്ക് അവൻ്റെ വായനയിലും അവൻ്റെ കായിക പ്രവർത്തനത്തിലും അവൻ്റെ സാംസ്കാരിക പ്രവർത്തനത്തിലും അവൻ്റെ സർഗാത്മക ചിന്തകളിലേക്കും ഒക്കെ ഇറങ്ങിച്ചെന്ന് കൂടുതൽ ആളുകളെ ശരിയായ രാഷ്ട്രീയത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അത് ഈ കാലം ഏറ്റെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കർത്തവ്യമാണ്. അതിൽ നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ കൺവെൻഷൻ മെത്തേഡിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം അതിനൊരു വഴിയാകില്ല. കൺവെൻഷൻ മെത്തേഡ് പാടില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ കുറച്ചുകൂടി പുതുമയാർന്ന വിധത്തിൽ, എന്നാൽ ഈ രാഷ്ട്രീയത്തിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും എല്ലാ മൂല്യങ്ങളെയും സംസ്കാരങ്ങളെയും നിലനിർത്തിക്കൊണ്ട് പുതിയ തലമുറയ്ക്ക് വരാനുള്ളൊരു ഇടമായി രാഷ്ട്രീയത്തെ മാറ്റാൻ കാലാനുസൃതമായിട്ടുള്ള പരിഷ്കാരങ്ങളും നിലപാടുകളും ചിന്തകളും രാഷ്ട്രീയത്തിലുണ്ടാകണം. അത്തരം ചിന്തകൾ ഉയർന്നു വരിക തന്നെ ചെയ്യും. ഉയർന്നു വന്നേ മതിയാകും. ഒരു കാലത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ നേതാക്കളായി ക്യാമ്പസുകളിൽ നിന്ന് ഉയർന്നു വന്നിരുന്നത് അസാമാന്യ സ്കോളർമാരാണ്. റാങ്ക് ഹോൾഡേഴ്സ്, PhD ആളുകൾ, അസാമാന്യമായ ധാരണയുള്ളവർ. അങ്ങനെയുള്ളവർ ഇപ്പോഴും ഉണ്ട്. പക്ഷേ അവർ പുതിയ കാലത്ത് വിവരസാങ്കേതിക വിദ്യ നയിക്കുന്ന ഒരു പുതിയ വിസ്മയ ലോകത്തേക്ക് കടക്കുന്നുണ്ടോ എന്ന പേടി നമുക്കുണ്ട്. സ്വാഭാവികമായിട്ടും അവരെ ഉൾപ്പെടെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സേഫായിട്ടുള്ള തറ കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തന മേഖലയിലുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ഞങ്ങളുടെ തലമുറയ്ക്കുണ്ട്. അത് ഞങ്ങൾ നിർവഹിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ വേറൊരു കാര്യമല്ല, ഇപ്പോൾ യൂണിവേഴ്സിറ്റികളിലൊക്കെ നേരത്തെ നമ്മൾ യൂണിവേഴ്സിറ്റികളിൽ വിദ്യാർത്ഥികളാണ് ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിച്ചിരുന്നത്, അല്ലെ ഏറ്റവും കൂടുതൽ പ്രൊട്ടസ്റ്റ്, എന്തെങ്കിലും ഗവൺമെൻറ്റിൻ്റെ നയമോ ഈ ആഗോളതലത്തിൽ എന്തെങ്കിലും ആണെങ്കിൽ അതിനെപ്പറ്റി അഭിപ്രായം പറയുക. പക്ഷേ ഇപ്പോൾ ഇൻക്രീസിംഗ്ലി ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളെ ചോദ്യം ചോദിക്കാൻ അതിൽ നിന്ന് ഡിസ്കറേജ് ചെയ്യുന്ന അതിനെപ്പറ്റി എന്ത് തോന്നുന്നു? ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനവും അജിറ്റേഷൻ പൊളിറ്റിക്സിൽ കൂടി വന്ന ആളാണല്ലോ. അല്ല, അതിൻ്റെ ഒരു പൊതുധാര ചിലപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്ന സമരങ്ങൾക്ക് വകഭേദങ്ങളും മാറ്റങ്ങളും പുതിയ കാലത്തിനനുസൃതമായിട്ടുണ്ടാകും. പക്ഷേ ആ കനൽ കെടാൻ നമ്മൾ അനുവദിച്ചുകൂടാ. വിജയമാഷ് MN വിജയൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ക്ലാസ്സിൽ ചോദ്യം ഉയർത്തുന്ന കുട്ടിയെ പുറത്താക്കാൻ നമുക്ക് പറ്റും, പക്ഷെ ആ ചോദ്യത്തെ പുറത്താക്കാനാകില്ല. ആ ചോദ്യം നിലനിൽക്കുക തന്നെ ചെയ്യുന്ന സമൂഹം. അത് ഏതെങ്കിലും വിധത്തിൽ ഇന്ന് ആ വിധത്തിൽ ഉയരാതെ കിടക്കുന്നുണ്ടെങ്കിൽ ആ കനൽ കെടും എന്ന് ഞാൻ കരുതുന്നില്ല. ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനാകില്ല. ഇടക്കാലത്തുണ്ടായ ഒരു ചെറിയ ബ്രേക്ക്, ഒരു ചെറിയ പരിധി വരെ നമ്മളെ ബാധിച്ചിട്ടുണ്ട്. അത് യഥാർത്ഥ രാഷ്ട്രീയം, മൂല്യവത്തായ എന്താണ് രാഷ്ട്രീയം എന്നറിയുന്ന യഥാർത്ഥ രാഷ്ട്രീയം ക്യാമ്പസുകളിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രശ്നമാണ്. നല്ല രാഷ്ട്രീയം ക്യാമ്പസിലേക്ക് തിരിച്ചു വരട്ടെ. നല്ല രാഷ്ട്രീയം കേരളത്തിൽ വരിക എന്ന് പറഞ്ഞാൽ അത് മണ്ണിൻ്റെ രാഷ്ട്രീയമാണ്, അത് പരിസ്ഥിതിവാദത്തിൻ്റെ രാഷ്ട്രീയമാണ്, അത് സ്ത്രീപക്ഷ ചിന്തയുടെ രാഷ്ട്രീയമാണ്, അത് സർഗാത്മക പ്രവർത്തനത്തിൻ്റെ രാഷ്ട്രീയമാണ്, അത് അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു സാംസ്കാരിക പ്രവർത്തനമാണ്. ആ വിധത്തിലുള്ളൊരു രാഷ്ട്രീയത്തിൻ്റെ കരുത്ത് നമ്മുടെ ക്യാമ്പസുകളിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ബോധപൂർവമായ ഒരു പരിശ്രമം നമുക്ക് നടത്തണം. ചെറിയ വെല്ലുവിളിയല്ല ഇന്ന് നേരിടേണ്ടത്. ഇന്നത്തെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ നേരിടുന്ന വെല്ലുവിളി, നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ക്യാമ്പസുകളിൽ അത്തരമൊരു ഉണർത്തുപാട്ട് പാടാതെ തന്നെ നമ്മളോടൊപ്പം ആളുകൾ വരുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇന്ന് കമ്പോളം വളരെ ഭീകരമായി നമ്മുടെ സമൂഹത്തിൽ ഇടപെടുകയാണ്. ഒരു കാലത്ത് ആഗോളവൽക്കരണത്തിൻ്റെ നടപടിക്രമങ്ങളെ നമ്മൾ തുറന്നെതിർത്തിരുന്ന കാലത്ത് അതിൻ്റെ വക്താക്കൾ പറഞ്ഞിരുന്നു, ലോകം ഒറ്റ ബിന്ദുവായി മാറാൻ പോവുകയാണ്, ലോകത്തിൻ്റെ കവാടങ്ങൾ തുറന്നിടുകയാണ്. യഥാർത്ഥത്തിൽ ആഗോളവൽക്കരണവും കമ്പോള സംസ്കാരവും ഒരു കമ്പോഡിറ്റിയായി മനുഷ്യനെ മാറ്റുകയാണ്. ലാഭനഷ്ട കണക്കുകൾ നോക്കിയിട്ടാണ് അച്ഛനമ്മമാർക്ക് മക്കളോടും മക്കൾക്ക് അച്ഛനമ്മമാരോടുമുള്ള സ്നേഹം പോലും ഇപ്പോൾ ഉള്ളത്. കമ്മിറ്റ്മെൻറ്റുകൾ കുറഞ്ഞു വരികയാണ്. അത്തരമൊരു സമൂഹത്തിൽ വളരെ പെട്ടെന്ന് ക്യാമ്പസുകളിലെ ചിന്ത വഴിമാറിപ്പോകാം. അങ്ങനെ പോകാനുള്ള സാധ്യതകൾ ഉയരുന്നുണ്ട്. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് അതിനെ പ്രതിരോധിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ വളരെ വിശാലമായിട്ടുള്ള സ്ത്രീപക്ഷ ചിന്തയുടെയും പരിസ്ഥിതി സ്നേഹത്തിൻ്റെയും മണ്ണിൻ്റെ മണമുള്ള ഒരു രാഷ്ട്രീയ ചിന്ത, ദളിതനെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവനെയും ഒക്കെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട്, എന്നാൽ ലോകത്തുണ്ടാകുന്ന വിസ്മയകരമായിട്ടുള്ള വിസ്ഫോടനങ്ങളെ സ്വാംശീകരിക്കാൻ കഴിഞ്ഞുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയം ഉയർന്നു വരും. അത് അതിവിദൂരമല്ല. നമ്മുടെ ക്യാമ്പസുകളിൽ ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് തന്നെ വിവിധങ്ങളായിട്ടുള്ള ക്യാമ്പസുകളിൽ ഈ ആഗോളവൽക്കരണ നിലപാടുകൾക്കൊക്കെ അകത്തു നിൽക്കുമ്പോഴും
നമ്മുടെ ക്യാമ്പസുകൾ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയും സെൻട്രൽ യൂണിവേഴ്സിറ്റിയും JNUവും ജാമിയ മിലിയും ഉയർത്തിക്കൊണ്ടുവരുന്ന വലിയ സമരച്ചൂടുണ്ട്. അത് നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ടില്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ്. ഈ പൂരം വിഷയത്തിലെ അപ്പം പൂരം വിഷയത്തിൽ പോലീസ് ഇടപെട്ടതുകൊണ്ടാണ് തൃശ്ശൂരുള്ള ലോക്സഭാ ഇലക്ഷനിലുള്ള പരാജയം എന്ന് ചില ആൾക്കാരെങ്കിലും വിലയിരുത്തി. താങ്കൾക്ക് സുനിലിനെ നേരിട്ട് അറിയാം. എന്താണ് അവിടെ ശരിക്കും സംഭവിച്ചത്? ഈ പറയുന്ന ഈ അഭിപ്രായത്തിനോട് താങ്കൾക്ക് യോജിപ്പുണ്ടോ? തൃശ്ശൂർ പൂരത്തിൻ്റെ പിന്നെ ഭാഗമായിട്ടുള്ള ചില മുതലെടുപ്പിന് സംഘപരിവാര ശക്തികൾ ബോധപൂർവമായിട്ടുള്ള ശ്രമം നടത്തി അതിൻ്റെ പിന്നിലുള്ളൊരു ഗൂഢാലോചനയുണ്ട് എന്ന് നല്ല ബോധ്യം എനിക്കുണ്ട്. പക്ഷേ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു സംഭവങ്ങളെ തുടർന്നുണ്ടായ ഒന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പിൻ്റെ തോൽവിക്കുള്ള കാരണം. പല കാരണങ്ങളുണ്ട്. അതിൽ ഒന്നായി ഇതിനെ മാറ്റാൻ വേണ്ടി സംഘപരിവാരം നല്ലതുപോലെ ശ്രമിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ പോലീസ് അതിക്രമങ്ങളുടെ ഭാഗമായിട്ട് അലങ്കോലപ്പെട്ടു എന്ന നിലപാടെടുക്കാൻ നമുക്ക് പറ്റില്ല. കാരണം പല വിധത്തിലുള്ള സംഭവങ്ങളുണ്ടായിരുന്നു. അവിടെ ഒരാചാരത്തിനും കുറവുണ്ടായിട്ടില്ല. വെടിക്കെട്ടിൻ്റെ നേരം വൈകി എന്നുള്ളതൊഴിച്ചാൽ ഒരാചാരത്തിനും ഒരു കുറവുണ്ടായിട്ടില്ല. പക്ഷെ നേരത്തെ തീരുമാനിച്ചൊരു തിരക്കഥ പോലെ സംഘപരിവാരത്തിൻ്റെ കുടുംബാംഗങ്ങൾ ആകെ ഇടപെട്ട് ആ പൂരത്തിനകത്തുണ്ടായത് ബോധപൂർവം ഗവൺമെൻറ് വരുത്തി തീർത്ത ഒന്നാണെന്ന് നടത്താനുള്ള വലിയ പരിശ്രമങ്ങളുണ്ടായി. അവിടെ ജനങ്ങൾക്ക് വലിയ തെറ്റിദ്ധാരണ പരത്തുന്ന വിധത്തിൽ കുറേ കാലമായി കേന്ദ്രീകരിച്ച് ഒരു വ്യക്തി എന്ന നിലയിൽ ഇപ്പോഴത്തെ MP-യും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള കേവലം ഒരു രാഷ്ട്രീയ സംഘം മാത്രമല്ല, അദ്ദേഹം കൊണ്ടുവന്ന തികച്ചും അരാഷ്ട്രീയമായിട്ടുള്ള കൂട്ടുകെട്ട് ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ സംഘങ്ങൾ നടത്തിയിട്ടുള്ള ചില പരിശ്രമങ്ങൾ, അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ, പിന്നെ കേന്ദ്രത്തിലെ ഭരണത്തെ സംബന്ധിച്ച ചില വികാരങ്ങൾ, ഇതെല്ലാം നിരവധി വിഷയങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. പൂരം അതിലൊരു വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചു. അതുകൊണ്ട് മാത്രമുള്ളൊരു തോൽവിയാണ് എന്ന് കരുതാനാകില്ല. പക്ഷെ വർഗീയത നല്ലതുപോലെ മുതലെടുക്കാൻ BJP നടത്തിയ ശ്രമങ്ങൾ പോലെ തൃശ്ശൂർ സീറ്റിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാ വിധത്തിലും എല്ലാ തരത്തിലും പണക്കൊഴുപ്പിൻ്റെയും മതചിന്തയുടെയും ജാതിയുടെയും എല്ലാ കാർഡുകളും BJP ഇറക്കി ഒരു തവണ ജനങ്ങളെ പറ്റിക്കാൻ അവർക്ക് കഴിഞ്ഞു, ഒരു തവണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ തെറ്റിദ്ധാരണ ഒരുപാട് കാലം ഉണ്ടാകില്ല. കേരളത്തിൽ തന്നെ നേമത്തൊരു ഘട്ടത്തിൽ BJPക്ക് ഒരു സീറ്റ് കിട്ടി, ഒരേ ഒരു തവണ. അതിനുശേഷം പിന്നെ ആ സീറ്റിന് അവർക്ക് കിട്ടാത്ത വിധത്തിൽ പിന്നെ ആ സീറ്റ് എന്നേക്കുമായി അവസാനിച്ചു എന്ന് പറഞ്ഞതുപോലെ തൃശ്ശൂരിൽ പല വിധത്തിലുള്ള പണാധിപത്യവും ജനാധിപത്യത്തെ തകർക്കാനുള്ള സംവിധാനങ്ങളും മതരംഗത്ത് കൊണ്ടുവന്ന സംവിധാനങ്ങളും മാധ്യമങ്ങൾ ഉൾപ്പെടെ വിലയ്ക്ക് മേടിക്കാൻ കഴിഞ്ഞിട്ടുള്ള സൗകര്യങ്ങളും എല്ലാം ഉപയോഗപ്പെടുത്തി വോട്ടർ പട്ടികയിൽ ആളെ ചേർക്കുന്നതിൽ പോലും സംഘടിതമായി നടത്തിയിട്ടുള്ള പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് നഗരത്തിലെ ഫ്ലാറ്റുകളിൽ പേര് ചേർത്ത് വർഷങ്ങളായി അവിടെ താമസിപ്പിക്കുന്നുണ്ടെന്ന് തെറ്റിദ്ധരിച്ച് അതിൻ്റെ റെസിഡൻഷ്യൽ കാർഡ് മേടിച്ച് ഇങ്ങനെയൊക്കെ നടത്തിയ ദുരൂഹമായ പല ശ്രമങ്ങളും അന്ന് മാത്രമല്ല പറയാൻ പറ്റുന്നതും പറയാൻ പറ്റാത്തതുമായിട്ടുള്ള നിരവധി കാര്യങ്ങളുടെ ഒരു ഗൂഢാലോചനയാണ് കേവല വിജയം ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ ഇത് മാത്രമല്ല വിഷയം, ഇതിനെ പക്ഷെ മുതലെടുക്കാനുള്ള ശ്രമം RSS. തൃശ്ശൂർ MP, താങ്കളും ആ പ്രദേശത്തു നിന്നുള്ളതാണ്. തൃശ്ശൂർ MP-യെ പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്? അദ്ദേഹം കേന്ദ്രമന്ത്രിയും കൂടിയാണ്. തീർച്ചയായിട്ടും കേരളത്തിൽ നിന്ന് വളരെ നാളുകൾക്ക് ശേഷമാണ് ഒരു ആദ്യമായിട്ടാണ് ഒരു ഇലക്റ്റഡ് MP ഒരു മന്ത്രിയാവുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? MP എന്ന നിലയിൽ അദ്ദേഹത്തെ പ്രവർത്തനത്തെക്കുറിച്ച് വിലയിരുത്താൻ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. അല്ല, MP എന്ന നിലയിൽ എന്തെങ്കിലും ഒരു പ്രവർത്തനം അദ്ദേഹം നടത്തിയതിനെ കുറിച്ചാണല്ലോ നമുക്ക് വിമർശനം ഉണ്ടാകുക. അങ്ങനെ ഒരു പ്രവർത്തനവും MP എന്ന നിലയിലും മന്ത്രി എന്ന നിലയിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെടാവുന്ന വിധത്തിലും ഉണ്ടായിട്ടില്ല. അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനല്ല എന്നുള്ളതിൻ്റെ എല്ലാ പ്രശ്നവും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ആളുകളോട് ചില നേരത്ത് പെരുമാറുന്ന രീതികൾ, നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾ, ഞാൻ സത്യത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളെ ആലോചിച്ചുകൊണ്ട് അത്ഭുതപ്പെടുന്നുണ്ട് പലപ്പോഴും. അലിസ് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇപ്പോൾ ഈ ജബൽപൂരിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിച്ച മാധ്യമങ്ങളുടെ നേരെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളിലെ 10-1 കേരളത്തിലെ മുഖ്യമന്ത്രിയോ ഏതെങ്കിലും ഒരു മന്ത്രിയോ നടത്തിയാൽ എന്താ അതിനെ കേരളത്തിലുണ്ടാകുന്ന ഭൂകമ്പങ്ങളും അതിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങളും ഹർത്താൽ പോലും ഉണ്ടായേനെ. എത്ര നേരത്തേക്ക്? ഇപ്പോഴും കടക്ക് പുറത്തുനിന്നൊരു മുഖ്യമന്ത്രി പറഞ്ഞത് ആവർത്തിച്ച് ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ പ്രയോഗിക്കുന്നവർ
കഴിഞ്ഞ ഏതാണ്ട് 1.5 വർഷക്കാലമായി സ്ഥിരമായി കിട്ടുന്ന തട്ടൊന്നും മനസ്സിലാകാത്ത വിധത്തിൽ ഞാൻ അത്ഭുതപ്പെടുകയാണ് പല കാര്യത്തിൽ. എല്ലാവരെ കുറിച്ചും അല്ല ഞാൻ പറഞ്ഞത്, എന്നാലും ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഈ അദ്ദേഹത്തെ വിലയിരുത്താൻ കഴിയും വിധത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രത്യേക സംഭാവന കേരളത്തിനോ പ്രത്യേകിച്ച് തൃശ്ശൂരിനോ നൽകിയതായിട്ട് ഞങ്ങളുടെ അറിവില്ലാത്തടത്തോളം കാലം ഞാനൊരു വിലയിരുത്തലിന് വിധേയമാക്കുന്നില്ല. അപ്പം നേരത്തെ താങ്കൾ ഒരു പോയിന്റ് പറഞ്ഞല്ലോ, ആ ഒരു സംഭവത്തെ, പൂരത്ത് ഉണ്ടായ ഒരു സംഭവത്തെ മുതലെടുക്കാൻ ശ്രമിച്ചു എന്ന്. ഇപ്പോൾ വഖഫ് നിയമം പാസ്സാക്കി ഇവിടുത്തെ 2 പാർട്ടികൾ, ഇവിടെയുള്ള പ്രധാന 2 പാർട്ടികളും എതിർത്തു, വോട്ട് ചെയ്തു. പക്ഷെ ആ ഒരു സാഹചര്യത്തിലും 2 സമുദായങ്ങളെ തമ്മിൽ വിഘടിപ്പിച്ച് അതിൽ നിന്ന് മുതലെടുക്കാൻ ശ്രമിക്കുകയാണെന്ന ഒരാരോപണം 2 പാർട്ടിക്കാരും പാർലമെൻറ്റിൽ ഉന്നയിച്ചിരുന്നു. അങ്ങനെ ഒരു സംഭവം അത് എത്രമാത്രം അതിൽ അവർ വിജയിക്കാൻ സാധ്യതയാണ് കാണുന്നത് ഈ കേരളത്തിലെ പോലെ ഒരു സംസ്ഥാനത്ത്? ഒരു കാരണവശാലും ഒരു തരി പോലും വിജയിക്കില്ല. ഇപ്പോൾ വഖഫ് ബില്ല്, ആ ബില്ലുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയ്ക്ക് ഇപ്പോൾ പോകാൻ നേരമില്ല. വഖഫ് ബില്ലിൻ്റെ മറവിൽ യഥാർത്ഥത്തിൽ മുനമ്പത്തെ പാവപ്പെട്ട മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളൊരു നടപടിയാണെന്ന് പോലും തെറ്റിദ്ധരിപ്പിക്കാൻ കേരളത്തിൽ നടത്തി. ഞാനൊരു കാര്യം പറയാം. മുനമ്പത്ത് അവിടുത്തെ അർഹനായിട്ടുള്ള മുഴുവൻ മനുഷ്യനെയും ഭൂമിയുടെ ഉടമയാക്കുക എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെ ലക്ഷ്യം. അവനെല്ലാ റവന്യൂ അവകാശങ്ങളും ഈ ഗവൺമെൻറ് കൊടുക്കും. ഈ റവന്യൂ അവകാശങ്ങൾ കൊടുക്കാൻ നിയമപരമായൊരു പിൻബലം വേണം. മുനമ്പത്തെ ഈ പ്രശ്നം അവിടുത്തെ MLA ആയിട്ടുള്ള ശ്രീ KN ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ച അന്ന് തന്നെ നിയമവകുപ്പ് മന്ത്രിയും ഞാനും ചേർന്ന് ആലോചനകൾ നടത്തി ഒരു തീരുമാനം റവന്യൂ വകുപ്പ് എടുത്തു. അത് അവിടത്തെയുള്ള മുഴുവൻ മനുഷ്യർക്കും അർഹരായ മനുഷ്യർക്കും ടാക്സ് അടയ്ക്കാം എന്നായിരുന്നു. കോടതിയുടെ സിംഗിൾ ബെഞ്ച് അതിനെ ചോദ്യം ചെയ്തു. സിംഗിൾ ബെഞ്ച് ചോദ്യം ചെയ്തപ്പോൾ റവന്യൂ ഞങ്ങളുടെ പണി കഴിഞ്ഞു, ഞങ്ങൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടു, ഇനി കോടതി വിധി അംഗീകരിക്കാം എന്ന് കരുതുന്നില്ല. ഗവൺമെൻറ് ആ തീരുമാനത്തിനെതിരായി റിവ്യൂ പെറ്റീഷൻ അതേ കോടതിയിൽ കൊടുത്തു. ആ കോടതി അവരുടെ ജഡ്ജിമെൻറ്റ് മോഡിഫൈ ചെയ്തു. ജഡ്ജിമെൻറ്റ് മോഡിഫൈ ചെയ്ത് റവന്യൂ വകുപ്പിൻ്റെ അഭിപ്രായ പ്രകാരം പോക്കുവരവ് നടത്താനും കരമൊടുക്കാനുള്ള അനുവാദം കൊടുത്തു. അതിനെയാണ് ഡിവിഷൻ ബെഞ്ച് ചോദ്യം ചെയ്തത്. ഡിവിഷൻ ബെഞ്ച് ചോദ്യം ചെയ്ത ആ നടപടിക്ക് എതിരായി കേരളത്തിലെ ഗവൺമെൻറ് അവിടെ പോയിട്ടുണ്ട്. നോക്കൂ, ഈ മുനമ്പത്തെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് എന്തിനാണ് CNRനെ, ജസ്റ്റിസ് CN രാമചന്ദ്രനെ അധ്യക്ഷനായിട്ടുള്ള ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചിട്ടുള്ളത്? പല അഭിപ്രായങ്ങളുണ്ട്. അങ്ങ് കണ്ടിട്ടുണ്ടാകും പറവൂർ കോടതിയുടെ വിധി, സിംഗിൾ ബെഞ്ചിൻ്റെ വിധി, ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി. വഖഫാണോ പിന്നെ മിച്ചഭൂമിയാണോ എന്ന് സംശയമുള്ള പ്രശ്നങ്ങൾ, ഇത് ഇന്ന വിധത്തിൽ പരിഹരിക്കാം എന്ന നിരവധികളായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ. ഗവൺമെൻറ് എന്തിനാണ് കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ടിൻ്റെ സെക്ഷൻ 3 പ്രകാരം ഒരു ജുഡീഷ്യൽ കമ്മീഷൻ വയ്ക്കുന്നത്? അതൊരു ഫാക്ട് ഫൈൻഡിങ്ങിനാണ്. അവിടുത്തെ സാധാരണ മനുഷ്യർക്ക്, അർഹരായ മനുഷ്യർക്ക് ഭൂമി കൊടുക്കാൻ എന്തെല്ലാം ജുഡീഷ്യൽ മാർഗങ്ങളാണ്. ഒരു ജുഡീഷ്യൽ വെറ്റിംഗ് നടത്തി ഈ പറയപ്പെടുന്ന അഭിപ്രായങ്ങളിലോ പുതിയതോ ആയി ഏതു നിർദ്ദേശമാണ് ഈ ജുഡീഷ്യൽ കമ്മീഷന് തരാനുള്ളത് എന്ന് ചോദ്യം ചോദിക്കാനാണ്. ഇതിനേക്കാൾ ജനാധിപത്യപരമായ മാർഗം എന്താണ്? ആ കമ്മീഷനെ നിയമിക്കുമ്പോഴും ഗവൺമെൻറ് പറഞ്ഞൊരു കാര്യം, അവർക്ക് ഭൂമി കൊടുക്കാൻ ഏത് വിധയിൽ സാധ്യമാകും എന്നുള്ളതിനെക്കുറിച്ച് ഒരു വിദഗ്ധാഭിപ്രായം നിയമപരമായി ലഭ്യമാകുന്നതിന് വേണ്ടി ഒരു കമ്മീഷൻ വയ്ക്കുന്നു. ആ കമ്മീഷൻ അഭിപ്രായം കേട്ടാൽ നിയമപരമായി അത് സാധ്യമാക്കും. റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഇല്ലാത്ത ഒരു ബില്ലിനെ കുറിച്ച് വാദോരാത് സംസാരിക്കട്ടെ, ചരിത്രം ഇതെല്ലാം രേഖപ്പെടുത്തല്ലോ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ ക്രിസ്തീയ മുസ്ലിം സമുദായങ്ങളെ പരസ്പരം ഭിന്നിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലൊരു ആശയം വയ്ക്കുകയാണ്. എൻ്റെ നാട്ടുകാരനാണ്, എൻ്റെ മണ്ഡലംകാരനാണ്, എൻ്റെയും നേരത്തെ നിങ്ങൾ പറഞ്ഞ തൃശ്ശൂർ MP-യുടെയും വോട്ടറാണ് സത്യത്തിൽ ഫാദർ ഫ്രാൻസിസ് ജോർജ് എന്ന, ഡേവിസ് ജോർജ് എന്ന ജബൽപൂരിൽ മർദ്ദനം ഏറ്റുവാങ്ങിയ വികാരി ജനറൽ. ഈ ബില്ല് അവിടെ പാസ്സാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ജബൽപൂരിൽ ആക്രമിക്കപ്പെടുകയാണ്, ഒഡീഷയിൽ ആക്രമിക്കപ്പെടുകയാണ്. ഇതേ പ്രത്യയശാസ്ത്രവും ഇതേ ആളുകളും ഇതേ ലേബലും തന്നെയാണ് സ്റ്റുവേർട്ട് സ്റ്റെയിൻസിനെയും 2 കുഞ്ഞുങ്ങളെയും ചുട്ടരിച്ചു കൊന്നത്, സ്റ്റെയിൻസാമിയോട് ക്രൂരത കാണിച്ചത്. ഞാൻ ഈ പ്രിയപ്പെട്ട വികാരി ജനറൽ കൂടിയായിട്ടുള്ള അച്ഛൻ്റെ വീട് സന്ദർശിച്ച് അവിടെ അച്ഛനുമായി ഓൺലൈനിലൂടെ വീഡിയോ കോളിലൂടെ സംസാരിക്കുകയിടയായി. അച്ഛനും അച്ഛൻ്റെ കുടുംബവും പറയുകയാണ്, ഇത് ഞങ്ങളുടെ ആദ്യത്തെ അനുഭവമല്ല. അദ്ദേഹത്തിൻ്റെ തന്നെ നേതൃത്വത്തിൽ മണ്ഡലയിൽ ഒരു പള്ളി പണിത് മണിക്കൂറുകൾ, ദിവസങ്ങളല്ല മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് ഇതേ ബജ്രംഗ് ദളിൻ്റെ പ്രവർത്തകർ തന്നെ ആ പള്ളി തല്ലിപ്പൊളിച്ച് കളഞ്ഞു. എന്നിട്ട് അവർ വീണ്ടും അത് പണിത് ദിവസങ്ങളോളം പുരോഹിതന്മാരും കന്യാസ്ത്രീകളും മണ്ഡലയിൽ പണിത പള്ളിക്ക് കാവൽ കിടന്നു. അപ്പോൾ മതന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരാണെന്ന് പ്രഖ്യാപിച്ച് ഓരോരുത്തരെയും ഒറ്റപ്പെടുത്തി
തങ്ങളുടെ നയം നടപ്പിലാക്കുക. പണ്ട് ബ്രിട്ടീഷുകാർ ഭിന്നിപ്പിച്ചു ഭരിക്കുക, ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറഞ്ഞതുപോലെ സമുദായങ്ങളെ ഭിന്നിപ്പിച്ചും അതിൽ നിന്ന് വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടും നടത്തുന്ന പ്രവർത്തനത്തെ BJPക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല. കാരണം ജനം തിരിച്ചറിയും. മറ്റ് സ്ഥലങ്ങളിൽ കരുതുന്നത് പോലെ എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്. കേരളത്തിൽ ജനങ്ങൾ ചിന്തിക്കുന്നവരാണ്, വിവേകവും വിവരവും ഉള്ളവരാണ്. അവരെ അങ്ങനെ പറ്റിക്കാൻ പറ്റില്ല. അതിൻ്റെ അനന്തര ഫലം അവർ തിരിച്ചറിയുന്ന സ്ഥിതി ഉണ്ടാകുന്നതാണ്. CPI നേതാക്കന്മാർ പഴയ മന്ത്രിമാരെ എടുത്ത ഇപ്പോൾ MN ഗോവിന്ദൻ നായർ, പിന്നെ TV തോമസ്, പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇസ്മയിൽ സാർ, ഇവരൊക്കെ വളരെ ഒരു എന്താണ് ഒരു സിഗ്നിഫിക്കൻറ്റ് റോൾ ഈ ഗവൺമെൻറ്റിൽ ദേ ഹാവ് ടേക്കൺ ഇറ്റ്. അതേസമയം കഴിഞ്ഞ കുറേ നാളുകളായി താങ്കൾക്ക് മുമ്പ് വന്നവർ അത്തരം ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാധിച്ചില്ല. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച, ഏറ്റവും കൂടുതൽ വകുപ്പിലിരുന്നിട്ടുള്ള പാർട്ടിയുടെ പേര് CPI എന്നാണ്. അങ്ങ് അച്യുതമേനോനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയുള്ളൂ. പക്ഷേ 1957 ആദ്യ ഗവൺമെന്റിൽ മുഖ്യമന്ത്രിയായിരുന്ന EMS CPIയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. അരിവാൾ ധാന്യക്കതിർ അടയാളത്തിൽ മത്സരിച്ച് ജയിച്ചയാളാണ്. ആ ഗവൺമെന്റിലെ എല്ലാവരും, 4 സ്വതന്ത്രന്മാരൊഴികെ ബാക്കി എല്ലാവരും അരിവാൾ ധാന്യക്കതിർ അടയാളത്തിൽ മത്സരിച്ചവരായിരുന്നു. അച്യുതമേനോൻ, PKV, MN ഗോവിന്ദൻ നായർ, പിന്നെ VV രാഘവൻ, E ചന്ദ്രശേഖരൻ, ഇങ്ങനെ തുടങ്ങി ദീർഘമായിട്ടുള്ളൊരു നിരയുണ്ട്. അവർ ഓരോരുത്തരും ഓരോ പോലെ പ്രഗത്ഭരായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന വലിയ നേതൃത്വ നിര, സമ്പന്നമായൊരു നേതൃത്വ നിര ആ കാലത്തിൻ്റെ പ്രത്യേകതകൾ പോലെ ഏറ്റവും പ്രാമുഖ്യമുള്ളവരായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്ക് ആർക്കുമില്ല. പുതിയ തലമുറയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയിരുത്തൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആകാം എന്നല്ലാതെ പുതിയ തലമുറയിലെ പിന്നെ ഞങ്ങളുടെ മുമ്പിലുള്ള മന്ത്രിമാരെല്ലാം മോശക്കാരായിരുന്നു, വേണ്ടത്ര രേഖപ്പെടുത്താത്തവരായിരുന്നു എന്ന് അഭിപ്രായം എനിക്കില്ല. ഓരോ കാലത്തിനും അനുസരിച്ചായിരിക്കും ആ കാലത്തിൻ്റെ ഗന്ധമുള്ള ഭരണകർത്താക്കൾ ഉണ്ടാവുക. ആ ഭരണകർത്താക്കളുടെ കാലവും ആ ഭരണകർത്താക്കളുടെ നിലപാടും താരതമ്യപ്പെടുത്തി നോക്കിയാൽ, ഓരോ കാലവും അങ്ങനെ കാലത്തിനോട് ചേർന്ന് താരതമ്യപ്പെടുത്തി നോക്കിയാൽ അത് ഏറ്റവും ക്ലിയർ ആയിരിക്കും. ഒരു കാര്യം ഞാൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയാം. 1957 ആദ്യത്തെ CPI ഗവൺമെൻറ് വന്നപ്പോൾ കുടിയിറക്ക് നിരോധിച്ചു, ഭൂപരിഷ്കരണ നിയമത്തിന് ബീജാപാപം ചെയ്ത കാർഷിക ബന്ധ നിയമം ഉണ്ടാക്കി, പള്ളിക്കൂടങ്ങൾ തുറന്നു കൊടുത്തു, ആരോഗ്യമേഖല ജനകീയമാക്കി. അത് എങ്ങനെയുണ്ടായതാണ്? 1956 തൃശ്ശൂരിൽ ചേർന്ന CPIയുടെ സംസ്ഥാന സമ്മേളനം പിന്നെ കേരളത്തിൻ്റെ പിന്നെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു രൂപരേഖ തയ്യാറാക്കി. ഒരു ഗവൺമെൻറ് വന്നാൽ ആ ഗവൺമെൻറ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് CPI സമ്മേളനം തയ്യാറാക്കിയ രൂപരേഖയാണ് ആ മന്ത്രിമാർ കേരളത്തിൽ പ്രാവർത്തികമാക്കിയത്. അത് ഇതുവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിമാരെല്ലാം നടപ്പിലാക്കുന്നത് ആ പാർട്ടി തീരുമാനിച്ച നയങ്ങളും നിലപാടുകളുമാണ്. ഓരോ കാലത്തിൻ്റെയും പ്രത്യേകതകൾ വെച്ചുകൊണ്ട് വിമർശനത്തിനും പരിശോധനയ്ക്കും വിധേയമാക്കും. ആ പരിശോധനയും വിഷയങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് എൻ്റെ ധാരണ. പക്ഷെ ഞങ്ങളുടെ ധൈര്യവും ഞങ്ങളുടെ ആവേശവും ഞങ്ങളുടെ കരുത്തും നേരത്തെ നിങ്ങൾ വിശദീകരിച്ചതുപോലെ EMSഉം അച്യുതമേനോനും PKVയും E ചന്ദ്രശേഖരൻ നായരും MN ഗോവിന്ദൻ നായരും TV തോമസും എല്ലാം അടങ്ങുന്ന ഞങ്ങളുടെ മുൻനിരക്കാരായിട്ടുള്ള പ്രഗത്ഭരും കേരളം ഇപ്പോഴും അതിൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരുമായ നേതാക്കളാണ്. ഇപ്പോൾ കഴിഞ്ഞതിന് മുമ്പിലത്തെ വർഷം പിന്നെ ഏഷ്യാനെറ്റ് ഈ നൂറ്റാണ്ടിലെ 2000-ലെ ഏറ്റവും പിന്നെ 2000 വരെയുള്ള കാലത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണെന്ന ജനകീയ സർവേ നടത്തിയപ്പോൾ അപ്പോഴും അച്യുതമേനോൻ്റെ പേരാണ് കേരളത്തിൽ ഉയർന്നു വന്നത്. അതൊരു കാലത്തിൻ്റെ പ്രാഗൽഭ്യമാണ്. ഒരുപോലെയുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാകില്ല. ഒന്നിനെയും ഒന്നിനോട് താരതമ്യപ്പെടുത്താനും പറ്റില്ല. ആ കാലവും ആ കാലത്തിൻ്റെ ആവശ്യങ്ങൾക്കും അനുസൃതമായി അവർ ഉയർന്നു പ്രവർത്തിക്കുന്നുണ്ടോ എന്നായിരിക്കും നമുക്ക് വിലയിരുത്താൻ കഴിയുക. ഓരോരുത്തരുടെയും വിലയിരുത്തൽ ഓരോരുത്തരാണ്. എന്തായാലും ആരും മോശക്കാരായി മാറിയിട്ടില്ല എന്നാണ് ഞങ്ങൾ പൊതുവായിട്ട് വിലയിരുത്തുന്നത്. ഓക്കെ, എന്നാൽ കാലം താങ്കളെയും അതുപോലെ ഒരു നല്ല വ്യക്തിമുദ്ര പതിപ്പിച്ച ആളായി വിലയിരുത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.